അസ്സലാമു അലൈക്കും. നമ്മൾ 2 ദിവസത്തെ നാടക ചർച്ചയിൽ വളരെ പ്രധാനപ്പെട്ട ഒരു സെഷനിലേക്കാണ് കടക്കുന്നത്. നമുക്കറിയാം, നാടകം കേരളത്തിലെ രാഷ്ട്രീയ സാമൂഹിക മണ്ഡലങ്ങളിലൊക്കെ ഇത്തരത്തിൽ മാറ്റം വരുത്തി എന്നുള്ളത് കഴിഞ്ഞ ദിവസങ്ങളിലുള്ള ചർച്ചകളിൽ നിന്നും നമുക്ക് മനസ്സിലാക്കിയിട്ടുള്ള കാര്യം കൂടിയായിരിക്കും. ജാതിപരമായിട്ടുള്ള, തൊഴിൽപരമായിട്ടുള്ള, പരിസ്ഥിതി സംബന്ധമായിട്ടുള്ള ഇങ്ങനെ വ്യത്യസ്തങ്ങളായ വിഷയങ്ങളെ മുൻനിർത്തിക്കൊണ്ട് പലതരത്തിലുള്ള മുന്നേറ്റങ്ങളും ഉണ്ടായിട്ടുണ്ട്. ഈ മുന്നേറ്റങ്ങളെയൊക്കെ ശക്തിപ്പെടുത്തുന്നതിൽ ഒരു പ്രധാന പങ്ക് വഹിച്ച ഒരു മീഡിയമാണ് നാടകം എന്നത്. കേരളത്തിൻ്റെ രാഷ്ട്രീയ ചരിത്രം തന്നെ എടുത്ത് പരിശോധിക്കുമ്പോൾ നമുക്കത് ബോധ്യപ്പെടുന്നതാണ്. ഇത്തരത്തിൽ സ്ത്രീകളുടെ ശാക്തീകരണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് അവരുന്നയിക്കുന്ന അവരുടേതായ സവിശേഷ പ്രശ്നങ്ങളെ മുന്നിൽ വെച്ചുകൊണ്ട് ധാരാളം ആവിഷ്കാരങ്ങൾ ഉണ്ടായിട്ടുണ്ട്. നാടകത്തിലും അത്തരത്തിലുള്ള ആവിഷ്കാരങ്ങൾക്ക് പാരമ്പര്യമുണ്ട് കേരളത്തിൽ. ഒരുപക്ഷെ സ്ത്രീകളുടെ പ്രശ്നങ്ങളെ സ്ത്രീകൾ അവതരിപ്പിക്കുക എന്നതിനപ്പുറത്ത് അവരുടെ നേതൃത്വത്തിലല്ലാതെ തന്നെ പുരുഷന്മാരായിട്ടുള്ള ആളുകൾ അവതരിപ്പിച്ച സ്ത്രീ നാടകങ്ങളും ഉണ്ടായിട്ടുണ്ട്. എന്നിരുന്നാലും സ്ത്രീകളുടെ തന്നെ ഇനീഷ്യേറ്റീവിൽ, സ്ത്രീകളുടെ തന്നെ മേൽനോട്ടത്തിൽ നടന്നിട്ടുള്ള അരങ്ങുകൾ, വേദികളും കേരളത്തിൽ രൂപപ്പെട്ടിട്ടുണ്ട്. അത്തരത്തിലുള്ള ചില മുന്നേറ്റങ്ങളുടെ ഒരു ചരിത്രത്തെ, കേരളത്തിൽ ഉണ്ടായിട്ടുള്ള അത്തരം മുന്നേറ്റങ്ങളെ നമുക്ക് പരിചയപ്പെടുത്തുക എന്നൊരു ദൗത്യമാണ് ഇവിടെ ഒരുപക്ഷെ നജ്മയുടെ അവതരിപ്പിക്കുകയുണ്ടാവുക. ഞാൻ ഈ ഡോക്യുമെൻ്ററിയുമായി ബന്ധപ്പെട്ടുകൊണ്ടൊക്കെ പല ഭാഗങ്ങളിൽ സന്ദർശിക്കുമ്പോൾ നമ്മൾ അത്ഭുതപ്പെടുന്ന പല പുറത്തൊന്നും അധികം അറിയപ്പെടാതെ പോയ പല ആവിഷ്കാരങ്ങളും അറിയാറുണ്ട്. അതിൽ പ്രധാനപ്പെട്ടായിട്ട് എനിക്ക് തോന്നിയൊരു സംഗതികൾ വനിതകളുടെ നേതൃത്വത്തിലുള്ള, പ്രത്യേകിച്ച് വളരെ മത്സ്യത്തൊഴിലാളികളുടെ, അതുപോലെ ആദിവാസി ഈ വിഭാഗങ്ങളിലൊക്കെയുള്ള ആളുകളുടെ, അവരുടെ സ്ത്രീകളുടെ ഇടയിലുള്ള ചില ആവിഷ്കാരങ്ങളാണ്. അതിൽ നാടകത്തിൻ്റെ പല സങ്കേതങ്ങളുണ്ട്. പൂർണ്ണമായൊരു നാടകമല്ല, അത് പാട്ടും പറച്ചിലും ഒക്കെ കൂടിയുള്ളതാണ്. പക്ഷെ നാടകത്തിൻ്റേതായ ചില സങ്കേതങ്ങൾ ധാരാളം കാണാറുണ്ട്. ഞങ്ങൾ ഒരു പ്രദേശത്തെ ഡോക്യുമെൻ്ററി ചെയ്യുമ്പോൾ അതിന് അവരെടുത്ത ആളുകളുമായിട്ട് നമുക്ക് ആവശ്യമുള്ള ഡാറ്റ അവരെന്ന് കിട്ടണമെങ്കിൽ, പ്രത്യേകിച്ച് സ്ത്രീകൾ കൂടിയാവുമ്പോൾ അവർ അത്ര പെട്ടെന്ന് അതിനെക്കുറിച്ച് ഓപ്പണപ്പ് ആവില്ല. അപ്പോൾ അവരുമായിട്ടൊരു മിങ്കിൾ ചെയ്യാൻ വേണ്ടിയിട്ട് അവരുടെ 1-2 ദിവസം അവിടെ ചിലവഴിക്കുമ്പോൾ അവരുടെ അടുത്ത് ഇങ്ങനെ വൈകുന്നേരങ്ങളിലൊക്കെ എന്തെങ്കിലും ആവിഷ്കാരങ്ങളെക്കുറിച്ച് പറയുമ്പോൾ അവർ തന്നെ നടത്തുന്ന പല പരിപാടികളുണ്ടാവും. ഈ പരിപാടികളിലൊക്കെ പലയിടത്തും, പ്രത്യേകിച്ച് വയനാട്ടിലെ ആദിവാസികൾക്ക്, അതുപോലെ ചാലക്കുടി, ഈ അതിരപ്പള്ളി പ്രദേശങ്ങളിലുണ്ടായിരുന്ന ആദിവാസി മേഖലകളിൽ നിന്നൊക്കെ ഇത്തരത്തിലുള്ള ചെറിയ ചെറിയ നാടകങ്ങളുടെ സ്വഭാവത്തിലുള്ള ആവിഷ്കാരങ്ങൾ കാണാൻ കഴിഞ്ഞിട്ടുണ്ട്. വലിയ തുറയിലുള്ള മത്സ്യത്തൊഴിലാളികളായിട്ടുള്ള സ്ത്രീകൾ ഇത്തരത്തിൽ നാടകങ്ങൾ അവതരിപ്പിക്കുന്നു. ഇതൊന്നും നമ്മളുടെ നാടക ചരിത്രത്തിലോ അല്ലെങ്കിൽ അത്തരം ചരിത്രങ്ങളിലൊന്നും രേഖപ്പെടുത്താതെ പോയിട്ടുള്ള കാര്യങ്ങളാണ്. രേഖപ്പെടുത്തപ്പെട്ട ചരിത്രങ്ങൾ ഈ വേദികളായിട്ടും, സ്ത്രീ നാടക വേദികളും കൂട്ടായ്മകളൊക്കെ ആയിട്ട് രൂപപ്പെട്ടിട്ടുണ്ട്. അത്തരത്തിലുള്ള ചരിത്രമായിരിക്കും ഒരു പക്ഷേ ഇപ്പോൾ നമുക്ക് അവതരിപ്പിക്കുന്നുണ്ടാവും. ഇതിലെ ഏറ്റവും ഒരുപാട് അതിൽ മാറ്റങ്ങൾ ഒരുപാട് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഞാൻ മനസ്സിലാക്കുന്ന ഏറ്റവും പുതിയത് എന്ന് പറയാവുന്നത് സ്ത്രീ നാടകരംഗത്ത് ഏറ്റവും പുതിയ മുന്നേറ്റം ഉണ്ടായിട്ടുള്ളത് എന്ന് പറയുന്നത് പൊറാട്ട് നാടകം വനിത അവതരിപ്പിച്ചു എന്നുള്ളതാണ്. അപ്പോൾ അടുത്തിടെയാണ്, വളരെ റീസെൻ്റിലായിട്ട്, 1 വർഷമോ 2 വർഷത്തിൻ്റെ ഇടയിലായിട്ടായിരിക്കും ശോഭന TP എന്ന് പറയുന്ന ആലത്തൂരുകാരിയായിട്ടുള്ള ഒരു സ്ത്രീ ആദ്യമായിട്ട് കേരളത്തിൽ പൊറാട്ട് നാടകം വനിതകളെ അവതരിപ്പിക്കുന്നത്. പൊറാട്ട് നാടകത്തിൻ്റെ ഒരുപക്ഷെ ഇന്നലത്തെ സെഷനിൽ അൻസാർ പറഞ്ഞിട്ടുണ്ടോയെന്നറിയില്ല. ഞാൻ ആ നാടകവുമായി ബന്ധപ്പെട്ട്, പൊറാട്ട് നാടകത്തിൻ്റെ ഡോക്യുമെൻ്ററിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് കുറച്ച് കാലം പോയപ്പോൾ ഉണ്ടായ ഒരു അനുഭവത്തിൽ നിന്ന്, അവിടെ സ്ത്രീകളില്ല, സ്ത്രീ വിഷയങ്ങളാണ്, സ്ത്രീകളുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള അവരുടെ ഒക്കെയാണ് ഈ പൊറാട്ട് നാടകത്തിൽ പലപ്പോഴും പ്രമേയങ്ങളായിട്ട് വരിക. പക്ഷേ അവിടെയൊക്കെ സ്ത്രീകൾ അവതരിപ്പിക്കുന്നത് മുഴുവൻ പുരുഷന്മാരാണ്, വേഷം കെട്ടി അവതരിപ്പിക്കുന്നതാണ്. വനിതകൾ അവതരിപ്പിക്കാറില്ല. ഒരു ദിവസം മുഴുവൻ നീണ്ടു നിൽക്കുന്നു. നമുക്ക് കേൾക്കുമ്പോൾ അതിശയോക്തി ഉണ്ടാവും. അതായത് വൈകുന്നേരം ഒരു 7 മണിക്ക് തട്ടിൽ കയറി പിറ്റേന്ന് പുലർച്ചെ 7 മണി വരെ അവിടെ നിന്ന് എങ്ങോട്ടും പോവാതെ, ഒരു ബൗണ്ടറിക്ക് പുറത്ത് പോവാതെ അരങ്ങ്
കണ്ടിന്യൂ തുടർച്ചയായിട്ട് എത്ര ആരോട് പറഞ്ഞാലും അങ്ങനെയൊന്നും ഉണ്ടാവില്ല എന്ന് വിചാരിക്കാം. പക്ഷേ നേർക്ക് നേരെ ഒരു ദിവസം മുഴുവൻ ആ രാത്രി മുഴുവൻ ഉറക്കൊളച്ചിട്ട് അത് കണ്ടിട്ടുള്ള ഒരാൾ കൂടിയാണ്. അപ്പോൾ അങ്ങനത്തെ ഒരു പ്രത്യേകതയുള്ള ഒരു നാടകവേദി കൂടിയാണ് ഈ പൊറാട്ട് നാടകം എന്ന് പറയുന്നത്. അപ്പോൾ ഈ പൊറാട്ട് നാടകത്തിലെ ഈ കഥാപാത്രങ്ങളെ വനിതകൾ അവതരിപ്പിക്കാറില്ല. ഈ അടുത്തിടെയാണ് അതിലൊരു മാറ്റം ഉണ്ടായത്. ഒരു പാലക്കാടുകാരിയായിട്ടുള്ള ഒരു സ്ത്രീ, അവരുടെ ആ ഒരു സമുദായത്തിൽ തന്നെ പെട്ട ഒരു സ്ത്രീയാണ് ഇത് അവതരിപ്പിക്കുന്നത്. പാണൻ സമുദായത്തിൽപ്പെട്ട വിഭാഗങ്ങളാണ്. അതിൽ നിന്ന് ഒരു സ്ത്രീ രംഗത്ത് വരികയും അതൊരു വലിയൊരു മുന്നേറ്റമായിട്ട് കേരളത്തിലെ ചരിത്രത്തിൽ തന്നെ ആദ്യമായിട്ട് അങ്ങനെയുണ്ട്. ഇതാണ് ഇപ്പോൾ അതിലെ ഏറ്റവും ലേറ്റസ്റ്റ് എന്ന് പറയുന്നത്. പക്ഷേ അത് പരാമർശിക്കപ്പെട്ടോളണമെന്നില്ല, ഞാൻ സാന്ദർഭികമായി സൂചിപ്പിച്ചു എന്ന് മാത്രം. അപ്പോൾ ഇത്തരത്തിലുള്ള ഒരു വലിയ പാരമ്പര്യം വനിതകളുടെ ഭാഗത്ത് നിന്ന്, സ്ത്രീ മുന്നേറ്റങ്ങൾ, സ്ത്രീ അരങ്ങിൽ ഇത്തരത്തിലുള്ള ഒരു വലിയ പാരമ്പര്യം നമുക്ക് മുന്നിലുണ്ട്. നമ്മെ സംബന്ധിച്ചിടത്തോളം നാടകരംഗത്ത് നമ്മൾ വ്യത്യസ്ത തരത്തിലുള്ള നാടകങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. നമ്മളെ സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം കലാലയങ്ങളിൽ നടക്കുന്ന നാടകങ്ങളിൽ പെൺകുട്ടികളുടെ നാടകം എന്ന ഒരു പ്രത്യേക വിഭാഗത്തിൽ തന്നെ നമ്മൾ പ്രത്യേകം ഊന്നൽ കൊടുക്കലിന് ശ്രദ്ധിക്കാറുണ്ട്. അത് എത്രമാത്രം അതിൽ മുന്നോട്ട് പോയിട്ടുണ്ട്, വിജയിച്ചിട്ടുണ്ട് എന്നതൊക്കെ നമ്മൾ പരിശോധിക്കേണ്ടതുണ്ട്. പക്ഷേ എന്നിരുന്നാലും ഇപ്പോഴും നമ്മുടെ തന്നെ കലാലയങ്ങളിൽ അതൊരു ഐറ്റമായിട്ട് പെൺകുട്ടികളുടെ നാടകാവതരണങ്ങൾ നടക്കുന്നുണ്ട്. ഞാൻ ഒരു 5-8 വർഷം മുന്നേ പെരുമ്പിലാവ് അൻസാർ വിമൻസ് കോളേജിൽ ഇതുപോലൊരു അരങ്ങ് നടക്കുന്നു. ഡോക്ടർ ഹിക്മത്തുള്ള അന്ന് അവിടെയുണ്ട്. അപ്പോൾ അന്ന് അവിടെ നാടകങ്ങൾ അവതരിപ്പിച്ചിരുന്നു. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് അന്ന് മൂപ്പരെടുത്ത് ഞാൻ അങ്ങനെ ഇവർ വലിയ സ്ട്രഗിൾ എടുത്തിട്ടാണ് ഇത് നടത്തുന്നത് എന്ന് ചോദിച്ചപ്പോൾ ഹിക്മത്ത് ചോദിക്കുന്നത്, ഇത്ര സ്ട്രഗിൾ എടുത്തിട്ട് ഇത് നടത്തേണ്ടതുണ്ടോ എന്ന് ഒരു ചോദ്യം മൂപ്പർ അന്ന് ചോദിച്ചിരുന്നു. ഞാൻ കരുതിയിരുന്നത് എന്താ വെച്ചാൽ, അതിൻ്റെ തൊട്ട് മുന്നേത്തെ ഇറ്റ്ഫോക്കിൽ പാകിസ്ഥാനിൽ നിന്നുള്ളൊരു നാടകം ഉണ്ടായിരുന്നു. ആ പാകിസ്ഥാനിൽ നിന്നുള്ള നാടകം ബുർഖ വഗൻസ എന്നായിരുന്നു ആ നാടകത്തിൻ്റെ പേര്. ആ നാടകം ബുർഖയ്ക്കെതിരായിട്ടുള്ളൊരു നാടകമായിരുന്നു. അതൊരു കോമ്പൻസേറ്റീവ് നാടകം കൂടിയായിരുന്നു. കാരണം അതിൻ്റെ തൊട്ട് മുന്നേ ഉണ്ടായിരുന്ന നാടകം ബുല്ലാഷയെക്കുറിച്ചിട്ടുള്ള നാടകം അതേ തിയേറ്റർ ഗ്രൂപ്പ് തന്നെ അവതരിപ്പിക്കുകയും അത് പിന്നീട് വിവാദമാവുകയും അത് വലിയ ഇറ്റ്ഫോക്കിൻ്റെ സംഘടനയ്ക്കെതിരെയൊക്കെ വലിയ വിവാദങ്ങളും BJPയുടെ പ്രൊട്ടസ്റ്റൊക്കെ ഉണ്ടായപ്പോൾ അത് പിന്നെ ഇനി അവരെ പങ്കെടുപ്പിക്കേണ്ട എന്ന് വെച്ചതാണ്. പക്ഷേ പിറ്റത്തെ വർഷം കാണുന്നത് അതേ സംഘത്തെ വെച്ചുകൊണ്ട് തന്നെ ഒരു ആൻറ്റി ഇസ്ലാമിക് ആയിട്ടുള്ളൊരു നാടകം അവതരിപ്പിക്കുകയായിരുന്നു, ഈ ബുർഖ വഗൻസ എന്ന നാടകം. അപ്പോൾ ഈ നാടകത്തിൻ്റെ അന്ന് അതിൻ്റെ CD അവിടെ നിന്ന് കളക്ട് ചെയ്തിരുന്നു. അത് CD കളക്ട് ചെയ്തു. അത് നമ്മുടെ തന്നെ ഒരു ഭാഷാ പണ്ഡിതനായിട്ടുള്ള ഒരാൾക്ക് കൊടുത്ത് അതിൻ്റെ ഒരു കൗണ്ടർ നെറേറ്റീവ് ഉണ്ടാക്കണം എന്നുള്ളൊരു ആഗ്രഹത്തിൽ അദ്ദേഹത്തെ സമീപിക്കുകയും സംസാരിക്കുകയും ചെയ്തു. അത് ഞാൻ സന്ദർഭവശാൽ അദ്ദേഹത്തെ ഓർമ്മയുണ്ടോയെന്നറിയില്ല, സൂചിപ്പിക്കുകയും കൂടിയൊക്കെ ചെയ്തിരുന്നു. അപ്പോൾ ആ സമയത്ത് ഹിക്മത്ത് ചോദിച്ചിനോട്, ഇവർ ഇത്രയൊക്കെ ബുദ്ധിമുട്ടിയിട്ട് നാടകം കളിക്കേണ്ടതുണ്ടോ ഇവർ എന്നുള്ളത്. അത് ഈ പെൺകുട്ടികൾ അത്രമാത്രം അതിൽ പ്രയാസപ്പെടുന്നുണ്ട്. കാരണം ഈ നാടകം ഇപ്പം നമ്മളെ സംബന്ധിച്ചിടത്തോളം, മുസ്ലിം പെൺകുട്ടികളെ സംബന്ധിച്ചിടത്തോളം അവരുടെ വേഷത്തിൽ അത് അരങ്ങിൽ അവതരിപ്പിക്കുന്നതിന് വലിയ പ്രതിസന്ധികളുണ്ട്. ഇത് നമ്മൾ പുതിയ കാലത്തെ സങ്കേതങ്ങൾ വെച്ച് എങ്ങനെ പരിഹരിക്കണം എന്നുള്ളത് കൂടി നമ്മൾ ചർച്ച ചെയ്യപ്പെടേണ്ടത്. ഇപ്പോൾ ഇവിടെ അവതരിപ്പിച്ച ഉത്തരാധുനിക നാടകത്തിൻ്റെയൊക്കെ പുതിയ തരംഗങ്ങളൊക്കെ നമുക്കൊക്കെ അഡാപ്റ്റ് ചെയ്യാൻ പറ്റും. പക്ഷേ ഈ വനിതകളെ സംബന്ധിച്ചിടത്തോളം, പ്രത്യേകിച്ച് ഈ ഇസ്ലാമിക കലാലയങ്ങളിലെ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം ഇതൊക്കെ ഏത് രീതിയിൽ അവതരിപ്പിക്കാൻ പറ്റും, ഏത് രീതിയിൽ അഡാപ്റ്റ് ചെയ്യാൻ പറ്റും എന്നതിനെക്കുറിച്ചുള്ളൊരു ചർച്ച നമ്മളിൽ നിന്ന് വികസിക്കേണ്ടതുണ്ട് എന്ന് സന്ദർഭോചിതമായിട്ട് സൂചിപ്പിക്കുകയാണ്. ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. ഇവിടെ വിഷയം അവതരിപ്പിക്കുന്നത് നജ്മ മജീദ്, മീഡിയ 1 ചാനലിലെ ബ്രോഡ്കാസ്റ്റ് ജേർണലിസ്റ്റാണ്. അവർ എഴുത്തുകാരിയാണ്. അതോടൊപ്പം പാലക്കാട് ജില്ലയിലെ വ്യത്യസ്ത പ്രദേശങ്ങളിലുള്ള പറയ സമുദായത്തിൽപ്പെട്ട അവരുടെ ഒരു ആവിഷ്കാരവുമായി, ഒരു കലയുമായി ബന്ധപ്പെട്ടുകൊണ്ട് നടക്കുന്ന ജാതി വിവേചനത്തെക്കുറിച്ചൊരു ഡോക്യുമെൻ്ററി, തേവർ എന്ന പേരിലൊരു ഡോക്യുമെൻ്ററി ചെയ്തിട്ടുണ്ട്. ഏറെ ശ്രദ്ധിക്കപ്പെട്ടതാണ്. അല്ലാതെ തന്നെയും ജോലിയുടെ ഭാഗമായിട്ട് ഇത്തരത്തിലുള്ള വീഡിയോ പ്രൊഡക്ഷനുകളും ഒക്കെ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. നമ്മളെ ഈ ചർച്ചയുമായി ബന്ധപ്പെട്ടുകൊണ്ട്, നാടകത്തിലെ അവതരണങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മൾ ഇന്നൗസിലെ ആളുകളെ തന്നെ എല്ലാം അവതരിപ്പിക്കുക എന്ന ഒരു ചർച്ച വന്നപ്പോൾ ഇത്തരത്തിൽ അവതരിപ്പിക്കാൻ ആരെ കിട്ടുമെന്നുള്ള ഒരു അന്വേഷണത്തിലാണ് ഒരുപക്ഷെ നമ്മുടെ ഇന്നൗസിലേക്ക് അടുത്തിടെയായിട്ട് നമ്മുടെ ഇന്നൗസിലേക്ക് തന്നെ എത്തിയിട്ടുള്ള നജ്മയെ നമ്മൾ സജസ്റ്റ് ചെയ്യുന്നത്. തീർച്ചയായിട്ടും അത് നമുക്ക് ഗുണപരമാവും, നജ്മയ്ക്കും അതൊരു വലിയ അനുഭവമാവും എന്ന് വിശ്വസിച്ചുകൊണ്ട് ഞാൻ ഈ പരിപാടിയുടെ അവതരണത്തിന് വേണ്ടി നജ്മയെ സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. നമസ്കാരം.
ഇവിടെ ഇരിക്കുന്ന ആളുകളുടെ അത്രയും, അല്ലെങ്കിൽ നേരത്തെ സെഷൻ ഉണ്ടായിരുന്ന അത് സംഘടിപ്പിച്ച ആളുകളുടെ അത്രയൊന്നും നാടകത്തിൽ എനിക്ക് അത്ര അനുഭവങ്ങളില്ല. അതാദ്യം ഞാൻ പറയാണ്. പക്ഷെ എൻ്റെ വിഷയം നാടകവേദിയിലെ സ്ത്രീ എന്നുള്ളതാണ്. അത് അങ്ങനൊരു വിഷയം ഈ കാലത്തും നമുക്ക് കൈകാര്യം ചെയ്യേണ്ടി വരുന്നു എന്നുള്ളത് തന്നെ ഒരു ഗതികേടാണ്. കാരണം സ്ത്രീ അവിടെ ഇല്ല എന്നുള്ളത് തന്നെയാണ് അതിൻ്റെ ഉത്തരം. അതാദ്യം ഞാൻ പറഞ്ഞു തുടങ്ങുകയാണ്. വേദിയിൽ എന്നല്ല, സദസ്സിലും സ്ത്രീകളില്ല. അതാണ് അതിൻ്റെ യഥാർത്ഥമായ കാര്യം. ഈ ഒരു പാശ്ചാത്യ സമൂഹത്തിൽ നാടകത്തിൻ്റെ കേരളത്തിനേക്കാൾ അല്ലെങ്കിൽ ഇന്ത്യയിലേക്കാൾ ഒരുപക്ഷെ കുറച്ചും കൂടെ പഴക്കമുള്ള ചരിത്രം പാശ്ചാത്യ രാജ്യങ്ങളിലുണ്ട് നാടകത്തിന്. പക്ഷെ അവിടെ പോലും സ്ത്രീകളുടെ പ്രാതിനിധ്യം ഒരുപാട് വർഷങ്ങൾക്ക് ശേഷമൊക്കെയാണ് സ്ത്രീകളുടെ പ്രാതിനിധ്യം കൂടി വരുന്നത്. നമ്മുടെ മലയാളത്തിലെ തന്നെ അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക് എന്നുള്ളതൊരു നാടകം സ്ത്രീകളുടെ വിഷയമാണ്, അല്ലെങ്കിൽ നമ്പൂതിരി കുടുംബങ്ങളിലെ അന്തർജനങ്ങളുടെ വിഷയമായിരുന്നു സംസാരിച്ചത്, അല്ലെങ്കിൽ അത് കൈകാര്യം ചെയ്തിരുന്നത്. പക്ഷേ ആ നാടകം കാണാൻ പോലും സ്ത്രീകൾ ആരും ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ്. അത് ആ ഇല്ലത്തത് ആ നാടകം അവതരിപ്പിക്കുന്ന സമയത്ത് ഒരു ഓലയുടെ മറവിൽ നിന്ന് ഒക്കെ അല്ലെങ്കിൽ അഴികളുടെ മറവിൽ നിന്നൊക്കെയാണ് ആ സ്ത്രീകൾ ആ നാടകം കണ്ടത് എന്നുള്ള ഒരു ചരിത്രം കൂടിയുണ്ട്. അപ്പോൾ അവിടെ നിന്ന് ഇങ്ങോട്ട് വരുമ്പോൾ എന്ത് മാറ്റമാണെന്ന് ചോദിക്കുമ്പോൾ ഇപ്പോഴും നമുക്ക് നാടകത്തെക്കുറിച്ച് പറയുമ്പോൾ പുരുഷന്മാർ അതിൻ്റെ വൈവിധ്യങ്ങളെക്കുറിച്ച് സംസാരിക്കും. അതിൻ്റെ പല പേഴ്സ്പെക്റ്റീവിൽ, പല ആംഗിളുകളിൽ, അല്ലെങ്കിൽ പുതിയ നാടകത്തെക്കുറിച്ച് പറയുന്നു, നാടകത്തിൽ വന്നിട്ടുള്ള സ്വഭാവ മാറ്റങ്ങളെക്കുറിച്ച് പറയുന്നു, അതിലെ സാങ്കേതികതകൾ എങ്ങനെ അതിനകത്ത് ഉപയോഗിക്കുന്നു എന്നുള്ളതിനെക്കുറിച്ച് പറയുന്നു, അതിലെ നടീനടന്മാരെക്കുറിച്ച് പറയുന്നു. പക്ഷേ നമുക്കിപ്പോഴും സ്ത്രീകൾക്ക് ഇപ്പോഴും പറയേണ്ടി വരുന്ന വിഷയം ഇതാണ്: നമ്മുടെ പ്രാതിനിധ്യം എവിടെയാണെന്നുള്ളത്. നമ്മുടെ ഒരു ഗതികേടാണെന്ന് സഹായതയാണ്. അത് പറഞ്ഞു തുടങ്ങുകയാണ് ഞാൻ. അത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, ഇവിടെ കോഴിക്കോട് ബീച്ചിലാണെങ്കിലൊക്കെ നമ്മൾ നിരന്തരം ലിറ്ററേച്ചർ ഫെസ്റ്റിവലുകൾ കാണുന്നതാണ്. പ്രമുഖ മാധ്യമ സ്ഥാപനങ്ങളുടേതായിട്ടുള്ള പല ലിറ്ററേച്ചർ ഫെസ്റ്റിവലുകളും നിരന്തരം കോഴിക്കോട് സംഭവിക്കാറുണ്ട്. അപ്പോൾ അവിടെയൊക്കെ പല വിഷയങ്ങൾ കൈകാര്യം ചെയ്യാൻ പല മേഖലകളിലുള്ള ആളുകൾ വരുമ്പോഴും ഒരു സ്വത്ത് പ്രതിസന്ധിയെക്കുറിച്ച്, അല്ലെങ്കിൽ ഒരു സ്വത്വവുമായി റിലേറ്റ് ചെയ്യുന്ന എന്തെങ്കിലും പ്രശ്നത്തെക്കുറിച്ച് എപ്പോഴും സംസാരിക്കാനെത്ത ഒരു ദളിത് കമ്മ്യൂണിറ്റിയിൽ നിന്നുള്ള ആളോ, അല്ലെങ്കിൽ ഒരു മുസ്ലിം മൈനോറിറ്റിയിൽ നിന്നുള്ള ഒരു പെൺകുട്ടിയൊക്കെ ആയിരിക്കും. അവർ രാഷ്ട്രീയത്തിൽ, അല്ലെങ്കിൽ അവർ ഇടപെടുന്ന മേഖലയിൽ, സാഹിത്യമാകട്ടെ, സിനിമയാകട്ടെ, ചരിത്രമാകട്ടെ, അല്ലെങ്കിൽ രാഷ്ട്രീയമാകട്ടെ, അവിടെയൊക്കെ അവർ നൽകിയ സംഭാവനകളേക്കാൾ എപ്പോഴും വിഷയമാകാറ് അവർ വന്ന യാത്രയായിരിക്കും, അല്ലെങ്കിൽ അവരുടെ ജേണിയെക്കുറിച്ച് പറയുക എന്നുള്ളതായിരിക്കും. അതിനപ്പുറത്തേക്ക് അവരുടെ സംഭാവനകൾ അതൊരു വിഷയമാകാറില്ല. കാരണം അപ്പോഴും ആ ഒരു മൈനോറിറ്റി, അല്ലെങ്കിൽ ആ ഒരു സ്വത്വം, ഐഡൻറ്റിറ്റി എന്നുള്ളത് കൊണ്ട് മാത്രമാണ് അവർക്ക് ആ വേദി കിട്ടുന്നത്. അതിനപ്പുറത്തേക്ക് സംഭാവനകളെക്കുറിച്ച് പറയാൻ, അവരുടെ ജീവിതത്തെക്കുറിച്ച് പറയാൻ, അതിനെക്കുറിച്ചൊക്കെ പറയാൻ മറ്റ് ഒരു എലീറ്റ് സ്വഭാവമുള്ള, അല്ലെങ്കിൽ ആ ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വരുന്ന ഇഷ്ടം പോലെ ആളുകളുണ്ടായിരിക്കും. പക്ഷെ നമുക്ക് അത് ജെൻഡറിലേക്ക് വരുമ്പോൾ ആ ഗതികേട് എപ്പോഴും സ്ത്രീക്കാണ്. നമുക്ക് ഒരു 10 വിഷയമുണ്ടെങ്കിൽ അതിൽ ഈ ഒരു വിഷയം സംസാരിക്കാൻ ഒരു സ്ത്രീ ഒരു വിഷയമായിട്ട് അതെപ്പോഴും നിലനിൽക്കുകയാണ്. എപ്പോഴും അത് മാറേണ്ട സമയമായി. അത് മാറ്റാൻ നമുക്ക് എല്ലാവർക്കും, അത് സ്ത്രീക്ക് മാത്രമല്ല, അത് പുരുഷനും കൂടി എന്താ പറയുക, അതിനുള്ള ഒരു ഇനീഷ്യേറ്റീവ് എടുക്കേണ്ടതുണ്ടെന്ന് തോന്നണം. നമ്മൾ താഴേക്കിടയിലുള്ള ആളുകളെ മുകളിലേക്ക് ഉയർത്താൻ വേണ്ടി, നമ്മളെവിടെയോ നിൽക്കുന്നു, താഴെയുള്ളവരെ കൈപിടിച്ച് ഉയർത്താൻ വേണ്ടി നമ്മളൊരു കർത്തൃമനോഭാവത്തിൽ നിൽക്കേണ്ട കാര്യമൊന്നുമില്ല. കാരണം ഈ പാട്രിയാർക്കി സ്വഭാവം, അല്ലെങ്കിൽ ആ പുരുഷൻ അവിടെ നിൽക്കുന്നത് സ്ത്രീയുടെ അവസരങ്ങൾ നിഷേധിച്ചുകൊണ്ടായിരുന്നു എന്നുള്ളൊരു ബോധം ഓരോ പുരുഷനും ഉണ്ടായാൽ മതി. അതുകൊണ്ട് തന്നെ അവരും കൂടെ നിൽക്കേണ്ട ഇടമായിരുന്നു എന്നുള്ളൊരു ബോധ്യത്തോടെ നമ്മൾ ആ ഒരു വിഷയത്തിൽ സഹകരിക്കുക എന്നുള്ളതാണ്. സ്ത്രീ മാത്രം ഫൈറ്റ് ചെയ്ത് വരേണ്ട ഒരു സംഗതിയല്ല എന്നുള്ളതാണ് പറഞ്ഞത്. അപ്പം നാടകത്തിൻ്റെ ചരിത്രം ഞാൻ എന്നേക്കാൾ ഒരുപക്ഷെ അതിവിടെ ഇരിക്കുന്ന ഓരോരുത്തർക്കും അറിയുമെന്ന് തോന്നുന്നു, അത് എവിടെ മുതൽ തുടങ്ങുന്നു എന്നുള്ള കാര്യം. അത് ഗ്രീക്കിൽ തന്നെ അതിൻ്റെ ഒരു നാടകത്തിൻ്റെ ഒരു ധർമ്മമായി പറയുന്നത് 3 പീകളെ വിമർശിക്കുക എന്നുള്ളതാണ്. പൊളിറ്റിക്സ്, അല്ലെങ്കിൽ പോലീസ്, പ്രീസ്റ്റ്, പുരോഹിതന്മാർ, അല്ലെങ്കിൽ പൗരോഹിത്യം. പോലീസ് എന്ന് പറയുന്നത് നമ്മളെ ആരാണോ നമ്മളെ ഭരിക്കുന്നത്, അല്ലെങ്കിൽ നമ്മളിൽ ഇടപെടുന്നത് ആരാണോ അവരെ. അതുപോലെ പൊളിറ്റിക്സ്, രാഷ്ട്രീയത്തെ, അല്ലെങ്കിൽ ഭരണാധികാരികളെ. അത് എല്ലാ കാലത്തും ആ നാടകത്തിൻ്റെ സ്വഭാവവും അതിൽ കൈകാര്യം ചെയ്യുന്ന വിഷയങ്ങൾ നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും. പാശ്ചാത്യ രാജ്യങ്ങളിലെ നാടകങ്ങളൊക്കെ എടുക്കുമ്പോഴും അങ്ങനെ തന്നെയായിരുന്നു. മിഷണറികളെ വിമർശിച്ചുകൊണ്ട്, അല്ലെങ്കിൽ ആ നാട്ടിലെ ഭരണാധികാരികളെ വിമർശിച്ചുകൊണ്ട്, അവിടുത്തെ ആളുകൾക്കിടയിൽ ഇടപെടുമ്പോൾ അവരുടെ സ്വാതന്ത്ര്യത്തെ ഹനിക്കുന്ന ഇടപെടലുകളെ വിമർശിച്ചുകൊണ്ടൊക്കെയുള്ള നാടകങ്ങളാണ് അക്കാലത്തുണ്ടായിരുന്നത്. അതുതന്നെയാണ് നമ്മളിപ്പോഴും
ചെയ്തു പോരുന്നതും. നാടകത്തിൻ്റെ ഒരു സ്വഭാവം അങ്ങനെ തന്നെയാണ്. അത് മറ്റ് കലകളിൽ നിന്ന് മാറ്റി നിർത്തുമ്പോൾ നാടകത്തിന് മാത്രമുള്ളൊരു ഇതെന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നു ഒരു സമ്പൂർണ്ണ കല അല്ലെങ്കിൽ ഒരു സമ്മിശ്ര കല. സംഗീതമുണ്ട്, നൃത്തമുണ്ട്, അഭിനയമുണ്ട്, നേരത്തെ പറഞ്ഞ പോലെ മോണോ ആക്ട്, മോണോലോഗ്, അങ്ങനെ എല്ലാ തരത്തിലുള്ള കലകളുടെ ഒരു സമ്മിശ്രമായ ഒരു അനുഭവമാണ് നാടകം എന്ന് പറയുന്നത്. അതിന് മറ്റ് കലകളുടെ പോലെ ഒരു എലീറ്റ് സ്വഭാവം ഇല്ല എന്നുള്ളത് കൂടി നമ്മുടെ സമൂഹത്തിലെ എല്ലാ ജനങ്ങൾക്കും ആക്സസ് ചെയ്യാൻ പറ്റുന്നൊരു കലാരൂപമാണ് എന്നുള്ളൊരു സാധ്യത കൂടി ഉണ്ടാക്കുന്നുണ്ട്. അത് കേരളത്തിൻ്റെ നവോത്ഥാന ചരിത്രത്തിൽ തന്നെ നാടകത്തിൻ്റെ ഒരു പ്രസക്തിയും അത് തന്നെയാണ്. കാരണം അക്കാലത്ത്, തുടക്കകാലത്ത് എല്ലാ കലകൾക്കും ഒരു എലീറ്റ് സ്വഭാവം വന്ന് എല്ലാ സമുദായങ്ങളും ആ പല കലകളെയും ഹൈജാക്ക് ചെയ്യുമ്പോൾ, ആ ഒരു ക്ഷേത്രകലകൾ എന്നുള്ള രീതിയിലേക്ക് ഓരോ കലകളെയും ഹൈജാക്ക് ചെയ്യുന്ന സമയത്ത് നാടകം തെരുവുകളിൽ ഉണ്ടാകുന്നു. അവിടെ ഒരു പൗര സമൂഹം രൂപപ്പെടുന്നു. അവിടെ നമ്മൾ പറയുന്ന നമ്പൂതിരി മുതൽ നായാടി വരെ, ക്രിസ്ത്യാനിയും മുസൽമാനും ഇരുന്ന് എല്ലാവരും കാണികളാകുന്ന സദസ്സ് ഉണ്ടാകുന്നു. അപ്പോൾ ആ തരത്തിലൊരു ജനകീയ കലയാകുന്നു. അവിടെ ജനങ്ങളുടെ പ്രശ്നങ്ങൾ കൈകാര്യം ചെയ്യുന്നു. അത്തരത്തിൽ നാടകത്തിന് വലിയ പ്രസക്തിയുണ്ട് കേരളത്തിൻ്റെ നവോത്ഥാന ചരിത്രത്തിൽ തന്നെ. പിന്നീട് തുടക്കത്തിൽ ഈ പറഞ്ഞ പോലെ അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക് തൊട്ട് പാട്ടാബാക്കി പോലെയുള്ള, കൂട്ടുകൃഷി പോലെയുള്ള മനുഷ്യരുടെ പ്രശ്നങ്ങൾ സംസാരിക്കുന്ന നാടകങ്ങളുണ്ടായി. അത് അധികാരത്തെ ചോദ്യം ചെയ്തു. എന്താ പറയുക, ജനങ്ങൾ വലിയൊരു പ്രതിഷേധ സ്വരമായി മാറിയ, അങ്ങനെ വലിയ മാറ്റങ്ങൾ നാടകത്തിൽ ഉണ്ടാകുമ്പോഴും നമ്മൾ എന്ത് തുടക്കത്തിൽ സംസാരിച്ചുവോ ആ വിഷയത്തിന് ഇപ്പോഴും നമുക്കൊരു ഉത്തരമില്ലാതെ നിൽക്കുന്നു എന്നുള്ളതാണ്. ഞാൻ പറഞ്ഞത് തന്നെയാണ്, സ്ത്രീകളുടെ കാര്യം തന്നെയാണ്. ആ തുടങ്ങിയിടത്ത് നിന്ന് അന്നത് കാണാൻ ആളില്ലായിരുന്നു, വേദിയിലും സ്ത്രീ ഇല്ലായിരുന്നു, അത് അവതരിപ്പിച്ചതും സ്ത്രീയല്ലായിരുന്നു, കാണികളും സ്ത്രീയല്ലായിരുന്നു. ഇന്നും വലിയ മാറ്റമൊന്നും ആ വിഷയത്തിൽ വന്നിട്ടില്ല എന്നുള്ളതാണ്. ഇന്നിപ്പം ഈ അടുത്താണ് എനിക്ക് തോന്നുന്നു സ്കൂൾ ഓഫ് ഡ്രാമയിലും തിയേറ്റർ ഇതിലൊക്കെ ഒരു സ്ത്രീകളുടെ ഒരു വിദ്യാർത്ഥികളിൽ തന്നെ സ്ത്രീകളുടെ പെൺകുട്ടികളുടെ എണ്ണം നേരത്തതിൽ താരതമ്യം ചെയ്യുമ്പോൾ കുറച്ചും കൂടെ കൂടിയിട്ടുണ്ടാവുകയെന്ന് തോന്നുന്നു. അപ്പോൾ ആ അർത്ഥത്തിൽ ഇപ്പോഴും അതിന് വലിയ മാറ്റങ്ങളൊന്നും വന്നിട്ടില്ല എന്നുള്ളതാണ്. പിന്നീട് നമുക്കെല്ലാവർക്കും അറിയാവുന്ന ഒരാളാണ് നിലമ്പൂർ ആയിഷ. മലയാള നാടകത്തിലെ ഒരു മുസ്ലിം സമുദായത്തെ പ്രതിനിധീകരിച്ച് വരുന്ന ആദ്യത്തെ നായികയാണ് അവർ, ആദ്യത്തെ നടിയായിരുന്നു അവർ. അവരനുഭവിച്ച പ്രശ്നത്തെക്കുറിച്ച് അതിൽ ഞാനൊരു കമ്മ്യൂണിറ്റിയുടെ പ്രശ്നമായിട്ട് പറയുന്നില്ല, ഏതൊരു സ്ത്രീ വരുമ്പോഴും അങ്ങനെയുള്ള പ്രശ്നങ്ങളെ നേരിടുമായിരുന്നു എന്നുള്ളത് തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത്. ഈ കാലഘട്ടത്തിൽ അതൊരു പ്രദേശത്തിൻ്റെയോ ഒരു കമ്മ്യൂണിറ്റിയുടെ പ്രശ്നമായിട്ട് ഞാൻ മനസ്സിലാക്കുന്നില്ല. ആ അവസ്ഥ, അവരന്ന് കല്ലേറ് കൊണ്ടിരുന്നു, എയർ ഗൺ വെച്ച് അവരെ വെടിവെച്ചിരുന്നു എന്നൊക്കെയാണ് പറയണത്. ഒരു മേക്കപ്പ് റൂമിൽ മേക്കപ്പ് ചെയ്തുകൊണ്ടിരിക്കെ ആ മേക്കപ്പ് റൂമിലേക്ക് കയറി വന്ന് അവരുടെ കരണത്തടിച്ചൊരു അനുഭവമൊക്കെ അവർ പറയുന്നുണ്ട്. അപ്പോൾ അത്രയും മോശപ്പെട്ട അനുഭവങ്ങളിലൂടെ കടന്നു വന്നാണ് അവർ ആ നാടകം പൂർത്തിയാക്കുന്നത്. പിന്നീട് പല സ്ഥലത്തും ആ നാടകം അവതരിപ്പിക്കുന്നുണ്ട്. അപ്പം അങ്ങനെയുള്ള ആളുകളിൽ നിന്ന് തുടങ്ങിയ ചരിത്രം ഇന്നും വേദിയിൽ സ്ത്രീകൾ ഈ നേരിട്ടുള്ള ഇതുപോലുള്ള അറ്റാക്കുകൾ നേരിടുന്നില്ല എന്നുള്ളൂ. ഈ സൈബർ ബുള്ളിങ് പോലത്തെ അല്ലെങ്കിൽ അത്തരത്തിലുള്ള ആക്ഷേപങ്ങളൊക്കെ എല്ലാ കാലത്തും ഇന്നും സ്ത്രീകൾ നേരിടുന്നുണ്ട്. അപ്പം അതും ഒരു തരത്തിലൊരു വെല്ലുവിളിയാവാനുള്ളൊരു സാധ്യതയുണ്ട്. നമുക്കിങ്ങനെ ഒരു സമൂഹത്തിലേക്ക് കടന്നു വരാനും ഏതെങ്കിലും നമുക്ക് ആഗ്രഹമുള്ളൊരു കല അവതരിപ്പിക്കാനോ അത് പഠിക്കാനോ ഒക്കെ ഉള്ളൊരു സാധ്യത ഇല്ലാതാക്കുന്നതിൽ ഈ ഒരു സമൂഹത്തിന് വലിയൊരു പങ്കുണ്ട്. അവരുടെ ഇടപെടലിനും നമുക്കത് പ്രോത്സാഹിപ്പിക്കാനുള്ള ഒരു അവസരമില്ലെങ്കിൽ പോലും അതിനെ ഇല്ലാതാക്കാനുള്ള ശ്രമങ്ങൾ എല്ലാ കാലത്തും സമൂഹത്തിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുണ്ട്. കാര്യമായിട്ട് പഠിച്ചു വന്ന നാടകത്തിൻ്റെ ചരിത്രമൊക്കെ ആയിരുന്നു. പക്ഷെ നേരത്തെ സെഷൻ കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു ഇനി അത് പറയുന്നതിൽ കാര്യമില്ല, സ്ത്രീകളെക്കുറിച്ച് പറയുന്നതായിരിക്കും നല്ലതെന്ന് കരുതി ഞാൻ അതിൽ തന്നെ ഫോക്കസ് ചെയ്ത് ചരിത്രം പറയണ്ടെന്ന് വിചാരിച്ചു. ഈ പറഞ്ഞ കാര്യത്തിന് അല്ലെങ്കിൽ ഈ സ്ത്രീകളുടെ പ്രാതിനിധ്യം കുറവ് എന്നുള്ളൊരു സംഗതിക്ക് കാര്യമായി ഇടപെടുന്ന സ്ത്രീപക്ഷ വേദികൾ, സ്ത്രീപക്ഷ നാടകവേദികൾ പിന്നീട് കേരളത്തിൽ രൂപപ്പെട്ടിട്ടുണ്ട്. അത് പല നാട്ടിലെ കൊൽക്കത്തയിലെയും ഗോവയിലെയൊക്കെ നാടക ഫെസ്റ്റിവലുകൾ അതിനൊരു അവസരം ഒരുക്കുന്നുമുണ്ട്. അവിടെ തന്നെ ഇപ്പം
ഈ ഫെമിനിസം എന്നുള്ളൊരു ആശയം വന്നതിന് ശേഷം തന്നെ സംഭവിക്കുന്ന കുറേ നാടകങ്ങളിൽ അതിൻ്റെ കുറേ റിഫ്ലക്ഷൻസ് കാണാൻ പറ്റും. സ്ത്രീകൾ തന്നെ ഒരു സംഘമുണ്ടാക്കി അവർ തന്നെ ഉണ്ടാക്കുന്ന നാടകങ്ങൾ, അവർ തന്നെ അഭിനേതാക്കളായിട്ട് എത്തുന്ന നാടകങ്ങൾ, ആ തരത്തിലുള്ള മൂവ്മെൻറ്റ്സ് ഒക്കെ ഈ പറയുന്ന പ്രശ്നത്തിനെ കുറേയൊക്കെ മാറ്റാനുള്ള അവസരം ഒരുക്കിയിട്ടുണ്ട്. പക്ഷേ അപ്പോഴും നമ്മൾ സിനിമയിലൊക്കെ കാണുന്നത് പോലെ ചില വിഷയങ്ങൾ പറയാൻ വേണ്ടി മാത്രം ചിലത് ചെയ്യുന്ന അവസ്ഥയുണ്ട്. ഇപ്പം പ്രോഗ്രസീവ്നെസ് പറയുമ്പോൾ കിട്ടുന്ന ഒരു റീച്ച് ഉണ്ട്. അത് മലയാള സിനിമയിൽ സമീപകാലത്തെത്തിയ ചില സിനിമകൾ കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും. അത് വളരെ ഫേക്കാണ്, നമുക്കത് പെട്ടെന്ന് ബോധ്യപ്പെടുകയും ചെയ്യും. ഇത് പറയണം. അപ്പോൾ ഈ ഒരു പ്രോഗ്രസീവ്നെസ്സിന് റീച്ച് ഉണ്ടാവും എന്നുള്ള പ്രതീക്ഷയിൽ ചെയ്യുന്ന ചില സിനിമകൾ, അല്ലാതെ അതിനോടുള്ള ഒരു ആത്മാർത്ഥതയോ അല്ലെങ്കിൽ അത് ഉൾക്കൊണ്ടോ ചെയ്യുന്നതല്ല എന്നുള്ളത് നമുക്ക് മനസ്സിലാവും. അത്തരത്തിലുള്ളൊരു ചില നീക്കങ്ങളും നാടകത്തിലും കാണാൻ വേണ്ടി പറ്റും. അല്ലെങ്കിൽ ഈ വിഷയം സ്ത്രീയെ വെച്ച് പറയാം, അല്ലെങ്കിൽ സ്ത്രീ പറയട്ടെ, അല്ലെങ്കിൽ സ്ത്രീ അത് അഭിനയിക്കട്ടെ എന്ന് കരുതി മാത്രം ചെയ്യുന്നത്. പിന്നീട് അതൊരു സീസണല്ല, ആ വിഷയം അത് കഴിയുന്നതോടുകൂടി പിന്നെ അങ്ങനെ ഒന്നും സംഭവിക്കാതെയാവും. ഇപ്പം ജിഷ കൊലക്കേസിനെ ആസ്പദമാക്കിയൊക്കെ നാടകം വന്നിട്ടുണ്ട്. അല്ലെങ്കിൽ അതുപോലത്തെ സ്ത്രീകളെ ബാധിക്കുന്ന, സ്ത്രീകൾ നേരിടുന്ന സമൂഹത്തിലെ വലിയ എന്തെങ്കിലും പ്രശ്നങ്ങളെക്കുറിച്ച് പറയാൻ സ്ത്രീകളെ ഉപയോഗിക്കാം. അത് കഴിഞ്ഞ് അവരെ മാറ്റി നിർത്തുക. നേരത്തെ നമ്മൾ പറഞ്ഞ അതേ സംഗതി തന്നെയാണ്. അതായത് വേദിയിൽ ഇവർ നേരിടുന്ന പ്രശ്നങ്ങളെ മാത്രം സംസാരിക്കാൻ വേണ്ടി സ്ത്രീകളെത്തുന്നു. അത് കഴിഞ്ഞ് നമ്മൾ മാറി നിന്നു. നമുക്ക് ഈ വൈവിധ്യങ്ങളൊന്നുമില്ല. ഈ വിഷയങ്ങളിലെ മറ്റ് മാനങ്ങളെക്കുറിച്ചും വേറെ ഏതെങ്കിലും ദിശയിലേക്കൊന്നും നമുക്ക് സംസാരിക്കേണ്ടയോ ചിന്തിക്കേണ്ടയോ വരുന്നില്ല. നമുക്ക് നമ്മുടെ സ്വത്ത് പ്രതിസന്ധി മാത്രം പറഞ്ഞാൽ മതി. എല്ലാ കാലത്തും എല്ലാ വിഷയത്തിലും നമുക്ക് അത് മാത്രമേ പറയേണ്ടി വരുന്നു. അങ്ങനെ ഒരു സീസണലായിട്ട് ചില കാര്യങ്ങൾ പറയാൻ വേണ്ടി അതിന് മാത്രമായിട്ട് സ്ത്രീകളെ ഉപയോഗിക്കുന്ന തരത്തിലുള്ള നാടകങ്ങൾ, സിനിമകൾ, എഴുത്തുകളൊക്കെ എല്ലാ കാലത്തും വന്നിട്ടുണ്ട്. അത് നമ്മൾ ഇപ്പം ഇങ്ങനെ എപ്പോഴും വിമർശിക്കുന്ന ഒരു സംഗതിയാണ്. പെണ്ണെഴുത്ത് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വിമർശനം എല്ലാ കാലത്തും ഉണ്ടാവും. ഈ പെണ്ണെഴുത്തിൻ്റെ ഒരു സ്വഭാവം അതിൽ എല്ലാ കാലത്തും അതിൽ പ്രശ്നങ്ങളാണ്, അല്ലെങ്കിൽ ഒരു സമാന സ്വഭാവം എല്ലാ എഴുത്തുകളിലും ഉണ്ട് എന്നുള്ളത്. അതിൽ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമ്മൾ ഈ അടിസ്ഥാന പ്രശ്നങ്ങൾ പരിഹരിച്ചിട്ട് വേണമല്ലോ നമ്മൾ ലക്ഷറിയിലേക്ക് കടക്കാൻ വേണ്ടിയിട്ട്. നമ്മുടെ പ്രശ്നങ്ങൾ ഇതാണ്, നമുക്കിത് പരിഹരിക്കപ്പെട്ടാലേ പുരുഷന് അതിനെപ്പറ്റി ചിന്തിക്കേണ്ട കാര്യമില്ല. ഈ അടിസ്ഥാന പ്രശ്നങ്ങളിൽ നിന്ന് അവർക്ക് ആ പ്രശ്നങ്ങൾ നേരിടേണ്ടി വന്നിട്ടില്ല. അപ്പോൾ അവർക്ക് ഈ പറയുന്ന ലക്ഷ്വറിയെക്കുറിച്ചും വിഷയങ്ങളിൽ പല തരത്തിൽ ചിന്തിക്കാനും പല സൃഷ്ടികൾ ഉണ്ടാക്കാനുള്ള സാധ്യതകളുണ്ട്. അവർ യാത്രകൾ ചെയ്യുന്നുണ്ട്, പല ആളുകളെ കാണുന്നുണ്ട്. നമ്മൾ ഈ ഏറ്റവും പരിമിതപ്പെട്ട ഇടത്ത് നിന്ന് നമ്മളിൽ നിന്നും വരാവുന്ന വിഷയങ്ങൾ അത് തന്നെ ഉള്ളൂ. നമ്മുടെ പ്രശ്നങ്ങളെ നമുക്ക് പറയാനുള്ളൂ. അത് കഴിഞ്ഞ് ഇതിൽ നിന്ന് പുറത്തേക്ക് കടന്നിട്ട് വേണമല്ലോ നമുക്ക് മറ്റു വിഷയങ്ങളെപ്പറ്റി ചിന്തിക്കാൻ. അങ്ങനെ ഒരു ഗതികേട് കൂടിയുണ്ട്. അപ്പോൾ ഈ വിമർശിക്കുമ്പോൾ ഇതാണ് പ്രശ്നം എന്ന് കൂടി മനസ്സിലാക്കേണ്ടതുണ്ട് എന്നുള്ളതാണ്. എനിക്ക് തോന്നുന്നു ഇത്രയൊക്കെ മതിയാവും തോന്നുന്നു. ഞാൻ നാടകത്തിൻ്റെ ചരിത്രത്തിലേക്കൊന്നും പോകുന്നില്ല. പിന്നെ ഈ ഇവിടെ എല്ലാവരും അവതരിപ്പിച്ചതുപോലെയുള്ള നാടകവേദിയിലെയോ സദസ്സിലെയോ അനുഭവങ്ങൾ ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തരും അനുഭവിച്ച അത്രയും എനിക്കില്ല എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. താങ്ക് യു. നമസ്കാരം. നാടക അനുഭവത്തെക്കുറിച്ച് പറയാനാണ്. ഒരു 42 വർഷം മുമ്പുള്ള ചെറിയ കുട്ടിയായിരുന്നപ്പോൾ നാടകം കാണാൻ പോവായിരുന്നു. ഞാൻ മാങ്കാവിലാണ് എൻ്റെ സ്വദേശം. അപ്പോൾ മാങ്കാവ് മൈതാനത്ത് വെച്ചിട്ടാണ് നാടകങ്ങൾ ഉണ്ടാവാറ്. അപ്പോൾ രാത്രി ഒരു 9 മണിയൊക്കെ ആകുമ്പോൾ കാണാൻ വേണ്ടിയിട്ട് പോകണം. അപ്പോൾ ഉപ്പ കാണാതെ പോകാൻ സമ്മതിക്കുള്ളൂ. ഉപ്പ പള്ളീൻ്റെ പ്രസിഡൻ്റൊക്കെയാണ്. അപ്പോൾ അങ്ങനെയുള്ള സംഭവങ്ങൾക്കൊന്നും അങ്ങനെ സമ്മതിക്കാറൊന്നുമില്ല. അപ്പോൾ ആങ്ങളമാരൊക്കെ ഇതൊക്കെ കാണാൻ പോകും. അപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളതുകൊണ്ട് എന്നെ കൊണ്ടുപോകും. അപ്പോൾ അങ്ങനെ മൈതാനത്ത് ഇരുന്നിട്ട് പച്ചപ്പുല്ലിൽ ഇരുന്നിട്ടാണ് ഞങ്ങൾ നാടകം കാണാറ്. അത് കഴിഞ്ഞ് ഓരോ നാടകങ്ങളും കാണുമ്പോൾ നാടകം ചെയ്യണം, എഴുതണം എന്നൊക്കെ ഇങ്ങനെ ഭയങ്കര ആഗ്രഹം വരും. അപ്പോൾ 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് എനിക്ക് തോന്നി, ഞങ്ങൾ ഗേൾസ് സ്കൂളാണ്, ഗണപത് ഗേൾസിലാണ് പഠിച്ചത്. അപ്പോൾ ഒരു നാടകം എഴുതി എനിക്ക് അഭിനയിക്കണം എന്നൊക്കെ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പം അങ്ങനെ ആദ്യമായിട്ട് ഒരു നാടകം എഴുതി സംവിധാനം ചെയ്തിട്ട് എൻ്റെ സ്കൂളിലെ കുട്ടികളെ കൊണ്ട് എല്ലാവരും അഭിനയിപ്പിച്ചിട്ട് ഞാനും ഒരു കഥാപാത്രമായി. പക്ഷേ അതിൽ ഒരു പുരുഷ കഥാപാത്രം ഉണ്ടായിരുന്നു. അതാരും ചെയ്യാൻ തയ്യാറാവണില്ലാത്തതുകൊണ്ട് ഞാനായിരുന്നു അത് ചെയ്തത്. അപ്പം അങ്ങനെ ഒരു നാടകത്തിന് ആഗ്രഹിച്ച് ഒരു നാടകം ചെയ്തു.
പിന്നെ കുറേ വർഷങ്ങൾക്ക് ശേഷം ചെറുപ്പത്തിൽ തന്നെ 10ാം ക്ലാസ്സിന് മുമ്പ് തന്നെ തന്നു. പിന്നെ ഒരു പ്രാവശ്യം ഉപ്പ ഇങ്ങനെ പറഞ്ഞു, നാടകത്തിൻ്റെ പാസ് കിട്ടിയിട്ടുണ്ട്, നമുക്ക് പോവാം. ആകെ അന്തം വിട്ടുപോയി. കാരണം വെച്ചാൽ ഉപ്പ അങ്ങനെ പറയുന്നത് ഞങ്ങൾ പ്രതീക്ഷിക്കണില്ല. അങ്ങനെയാണ് സോമസൗധം നാടകം, പിന്നെ രക്തരക്ഷസൊക്കെ ഞങ്ങൾ അങ്ങനെ പോയി കണ്ടത്. അപ്പം സ്റ്റേജൊക്കെ ഇങ്ങനെ തിരിയണൊക്കെ ആദ്യമായിട്ട് കാണുന്നത്. അങ്ങനെ ഒരു നാടകത്തിൻ്റെ ഇതുണ്ട്. അപ്പം പ്രീ ഡിഗ്രി പഠിക്കുന്ന സമയത്ത് ആഗ്രഹം ഉണ്ടായിരുന്നു, പക്ഷേ പേടിച്ചിട്ടൊന്നും ചെയ്തില്ല. ഗുരുവായൂരപ്പൻ കോളേജിലാണ് പഠിച്ചത്. അപ്പോൾ അതൊരു ഭയങ്കര ഒരു ഇതുള്ള കോളേജാണ്. അപ്പോൾ നമ്മൾ പെൺകുട്ടികൾക്കൊക്കെ പ്രത്യേകിച്ചും ഒരു ബുദ്ധിമുട്ടുള്ള, പിന്നെ ഉപ്പാനെയൊക്കെ മേടിച്ചിട്ട് പിന്നെ ആ നാടകം ഇങ്ങനെ വെച്ചു. അപ്പോൾ ഇവിടെ ഒരു നാടകത്തിൻ്റെ ഇതൊക്കെ പറയുമ്പോൾ ഇങ്ങനെ ആഗ്രഹം ഇങ്ങനെ വരികയാണ്, നമുക്കിങ്ങനെ ചെയ്യായിരുന്നു. താങ്ക് യു. ഈ സ്ത്രീ നാടകവേദിയുമായി ബന്ധപ്പെട്ട് മലയാളത്തിൽ ഇപ്പോൾ ഈ സജിത മഠത്തിൻ്റെ നാടകങ്ങൾ, അതുപോലെ ശ്രീജ ആറങ്ങോട്ടുകര, അവരുടെ ഒരു ട്രൂപ്പ് തന്നെയുണ്ട്. പിന്നെ അതിന് മുന്നേ എടുക്കുകയാണെങ്കിൽ സാറ ടീച്ചറുടെ നേതൃത്വത്തിൽ പട്ടാമ്പി കോളേജിൽ നടന്ന മാനുഷിയുടെ നേതൃത്വത്തിൽ വന്ന ഇതുവരെയൊക്കെ ഒരു പക്ഷേ സാറാ ജോസഫിൻ്റെ ഒരു പക്ഷേ അതൊക്കെ കൂടി അതൊക്കെ പരാമർശിക്കാൻ പറ്റുമെന്ന് തോന്നുന്നു. സജിതാ മഠത്തിലിൻ്റെ ഒരു പുസ്തകം തന്നെ ഈ വിഷയമാണ്, നാടകവേദിയിലെ സ്ത്രീ എന്നുള്ളത്. ഈ സജിതാ മഠത്തിലിൻ്റെ അവരുടെ രചനയിലുണ്ടായിട്ടുള്ള കാളി എന്ന് പറയുന്ന ആ നാടകത്തിൽ അവർ പറയുന്നുണ്ട്, അവർ ആ ഒരു നാടകത്തിലേക്ക് എത്തുന്ന ഒരു സാഹചര്യത്തെക്കുറിച്ച് അവർ പറയുന്നത് തെയ്യവും തിറയും ഒക്കെ അവർ കണ്ടിട്ടുണ്ട്. പക്ഷേ ഈ കാളി എന്ന് പറയുന്നത് സ്ത്രീയുടെ ഏറ്റവും ശക്തമായ ഒരു രൂപമാണ്. അപ്പോൾ അതൊക്കെ പക്ഷേ വേദിയിൽ അവതരിപ്പിക്കുന്നത് പുരുഷനാണ്. പക്ഷെ അതൊരു വലിയൊരു ആശങ്ക ഉണ്ടാക്കി അവർക്ക്. അതെന്താ അങ്ങനെ, അത്രയും ഒരു മൂർത്തിഭാവം എന്തുകൊണ്ടൊരു സ്ത്രീക്ക് അവതരിപ്പിച്ചുകൂടാ എന്നുള്ള അവരുടെ തോന്നലിൽ നിന്നാണ് പിന്നീട് ഈ നാടകം ഉണ്ടാകുന്നതൊക്കെ. അതിൽ ഒരു കുറിക്കൊള്ളുന്ന ഒരു വരിയുണ്ട് ആ നാടകത്തിൽ. ഇങ്ങനെയാണ്: സ്ഥാനം നിശ്ചയിക്കുന്നത് അവരാണ്, പക്ഷെ ഇരിക്കണമോ എന്ന് തീരുമാനിക്കുന്നത് ഞങ്ങളാണ്, അല്ലെങ്കിൽ ഞാനാണ്. ഈ സ്ഥാനം നിശ്ചയിക്കാൻ സമൂഹത്തിനോ അല്ലെങ്കിൽ ഇവിടുത്തെ ഈ പറയുന്ന പാട്രിയാർക്കി സ്വഭാവമുള്ള സൊസൈറ്റിക്ക് തീരുമാനിക്കാം. പക്ഷെ അവിടെ ഇരിക്കണമോ എന്നുള്ളത് സ്ത്രീയാകുന്ന അല്ലെങ്കിൽ സ്ത്രീ സമൂഹത്തിലുള്ള നമുക്ക് തീരുമാനിക്കാം, ഇരിക്കണമോ വേണ്ടയോ എന്നുള്ളത്. അപ്പോൾ ആ തരത്തിലുള്ള അങ്ങനെയുള്ള ചിന്ത പോലും വരുന്നത് ഈ സമീപകാലത്താണ് എന്നുള്ളതാണ്. നാടകത്തിലൊക്കെ സ്ഥിരമായും ഇടപെടുന്ന അവർക്ക് പോലും അത്തരത്തിലുള്ള ഒരു മൂവ്മെൻറ്റ് കൊണ്ടുവരാൻ പറ്റിയത് പോലും സമീപകാലത്താണ് എന്നുള്ളതാണ്. അപ്പം മറ്റ് കലാരൂപങ്ങളെ അപേക്ഷിച്ച് നാടകവേദിയിലെ സ്ത്രീകളുടെ സാന്നിധ്യം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ സ്ത്രീകളുടെ എല്ലാ തരത്തിലുള്ള ഇടപെടലുകളും, സംവിധാനമാകട്ടെ, രചനയാകട്ടെ, അഭിനയത്തിലുള്ള ഇടപെടലാവട്ടെ, സദസ്സിലുള്ള ഇടപെടലാവട്ടെ, അത് താരതമ്യേന കുറവാണ് എന്നുള്ളത് തന്നെയാണ്. ഹലോ, തുടക്കത്തിൽ സൂചിപ്പിച്ചൊരു കാര്യം, നാടകം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എപ്പോഴും അപ്പോഴത്തെ ഗവൺമെൻറ്റിനെ അല്ലെങ്കിൽ അപ്പോഴത്തെ ഭരണത്തെ പോലീസ്, പൊളിറ്റിക്സ്, പ്രീസ്റ്റ് എന്ന് പറഞ്ഞല്ലോ. കേരളത്തിൽ കഴിഞ്ഞൊരു 10 വർഷമായിട്ട് പ്രീസ്റ്റ് അല്ലെങ്കിൽ ആ ഒരു പൗരോഹിത്യത്തെ കാര്യമായിട്ട് എതിർക്കുന്നുണ്ട് നാടകത്തിൽ നിന്ന് എനിക്ക് തോന്നുന്നുണ്ട്. പക്ഷേ ഈ നമ്മൾ കഴിഞ്ഞൊരു 10 വർഷമായിട്ട് നോക്കുകയാണെങ്കിൽ ഇടതുപക്ഷം അല്ലെങ്കിൽ ഇടതുപക്ഷ വിരുദ്ധമായിട്ടുള്ള നാടകങ്ങൾ അധികം വരലില്ല, അല്ലെങ്കിൽ RSS വിരുദ്ധമായിട്ടുള്ള നാടകങ്ങൾ അധികം വരലില്ല. പകരം ഇവർക്ക് അനുകൂലമായിട്ടുള്ള നാടകങ്ങൾ തന്നെയാണ് ഇപ്പോഴും നിലവിലും കളിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആ ഒരു അതുമായി ബന്ധപ്പെട്ട് എന്താ ചെറിയ വിഷയമാണ്, അല്ല തുടക്കത്തിൽ സൂചിപ്പിച്ചപ്പോൾ ഒരു ഡൗട്ട് വന്നു. എൻ്റെ കൂടെ ഒരു ചോദ്യം കൂടെ ഞാൻ ചോദിച്ചങ്ങ് മേക്ക് തരാം, അപ്പോൾ രണ്ടും കൂടെ ചേർത്ത് പറഞ്ഞാൽ മതി. ഈ മലയാള നാടകത്തിൽ സ്ത്രീകളുടെ പങ്ക് തുലോം തുച്ഛമാണ്, അത് സമ്മതിക്കുന്നു. പക്ഷേ അത് സ്ത്രീ അവൾ ഏറ്റവും കൂടുതൽ സംരക്ഷിക്കപ്പെടേണ്ടവളാണ് എന്ന് പഠിപ്പിച്ചൊരു ദർശനത്തിൻ്റെ പിന്മുറക്കാരാണ് നമ്മൾ. അപ്പം അതുകൊണ്ട് തന്നെ നമുക്ക് പറയാൻ പറ്റും സ്ത്രീ എല്ലായിടത്തും മുന്നിലാണ്, സ്ത്രീയെ ഏറ്റവും നന്നായി പരിചരിക്കുന്നവനാണ്
അള്ളാഹുവിനും അല്ലെ അവൻ്റെ പ്രവാചകനും ഏറ്റവും ഇഷ്ടമുള്ള ആൾക്കാരെന്നവർ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ സ്ത്രീ എന്താണ്, അവളെ എങ്ങനെ കരുതണം, എങ്ങനെ കൊണ്ടു നടക്കണം, ഏറ്റവും ചുരുക്കി 3 or 4 പെൺമക്കൾ ഉണ്ടായാൽ അവരെ മാന്യമായ വിദ്യാഭ്യാസം ചെയ്യിച്ച് വിവാഹം അയച്ചു കഴിഞ്ഞാൽ അവന് സ്വർഗമുണ്ടെന്ന് വാഗ്ദാനം ചെയ്യുന്ന ഒരു വലിയ തത്വസംഹിത നമ്മൾ പഠിക്കപ്പെട്ടവരാണ്. ഇപ്പോൾ സിനിമയുമായി ബന്ധപ്പെട്ട് നമ്മൾ കഴിഞ്ഞ കാലങ്ങളിൽ, അതായത് ഏകദേശം 30ാമത്തെ എഡിഷനാണ് നമ്മുടെ തിരുവനന്തപുരം ഫെസ്റ്റിവൽ നടക്കുന്നത്. ഈ 30ാമത്തെ എഡിഷനിൽ ഓൾമോസ്റ്റ് ഞാൻ കുറേ പോയിട്ടുള്ളതാണ്. അപ്പോൾ എനിക്ക് കുറേ നാൾ കണ്ടതിൽ നിന്നും മനസ്സിലായൊരു കാര്യം, ആദ്യകാലങ്ങളിൽ സ്ത്രീകളുടെ വലിയൊരു പാർട്ടിസിപ്പേഷൻ ഇല്ലായിരുന്നു. പക്ഷേ ഇപ്പോൾ അവിടെ വന്നു പോകുന്ന പകുതിയിലധികം ആൾക്കാർ സ്ത്രീകളാണ്, വിദ്യാർത്ഥിനികളാണ്. വിഷ്വൽ മീഡിയ പഠിച്ച കുട്ടികളും അല്ലാത്തവരുമായ ഒരുപാട് ആൾക്കാർ സിനിമ എന്ന ആ മായിക ലോകത്തേക്ക് എത്തിപ്പെടാൻ വേണ്ടി പരമാവധി ശ്രമിക്കുന്നുണ്ട്. പക്ഷെ അത് നാടകത്തിൽ കാണുന്നില്ല. എന്തുകൊണ്ട് അങ്ങനെ അത്രയൊന്നും ഒരു കളർഫുൾ അല്ലാത്ത വേൾഡ് ആയതുകൊണ്ടാണോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. കാരണം സ്ത്രീകൾ പൊതുവെ അവർക്ക് വലിയൊരു സ്പേസ് ഉണ്ട് ഇവിടെ. കാരണം അവർ പറയാൻ അവരുടെ വിഷയം, ഇപ്പോൾ ഞാൻ ഒരു എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ, സ്ത്രീകളുടെ മെൻസുറേഷൻ എന്ന് പറഞ്ഞൊരു സംഗതി, അത് ശരിക്കൊരു പണ്ട് നമ്മുടെ വീടിന് പുറത്ത് ആക്കിയിട്ട് ഉള്ളൊരു കാലം നമുക്കുണ്ടായിരുന്നു. ഇന്ന് അത് മാറിയിട്ട് അതൊരു അവരുടെ ബോഡിയിലുണ്ടാകുന്ന, നമ്മൾക്ക് പനി വരുന്നത് പോലെ, തലവേദന വരുന്നത് പോലെ സ്ത്രീക്ക് ദൈവം സമ്മാനിച്ച ഒരു പ്രത്യേകതരം അവസ്ഥയാണ്. ആ അവസ്ഥ ഇന്ന് അതാണെന്ന് പറയാൻ, ഇപ്പോൾ ഓപ്പണായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ ഒരു കടയിൽ പോയി പാഡ് വാങ്ങിക്കാൻ പണ്ട് കാലത്ത് ഒന്നുകിൽ പേരൻസിനെ അല്ലെങ്കിൽ മറ്റുള്ളവരെ ആശ്രയിച്ച സ്ഥാനത്ത് നിന്ന് ഇന്ന് ഓപ്പണായിട്ട് വാങ്ങിക്കുന്ന കാലത്തിലേക്ക് എത്തിയിട്ടുണ്ട്. അപ്പോൾ അതൊരു അവൻ്റെ ജൈവികമായ ഒരു കാര്യമാണെന്ന് പറഞ്ഞു. അപ്പോൾ ആ വ്യത്യാസം സ്ത്രീകളിൽ വന്നിട്ടുണ്ടെന്നുള്ളത് യാഥാർത്ഥ്യമാണ്. അങ്ങനെ ഉള്ളപ്പോൾ തന്നെയാണ് ഈ പറയുന്ന നാടകവേദിയിലേക്ക് വരാൻ മടി കാണിക്കുന്ന ഒരു ബഹുഭൂരിപക്ഷം സ്ത്രീകളും. ഇതിനെ രണ്ടിനും കൂടെ താരതമ്യം ചെയ്താൽ ഈ സിനിമയോടുള്ള ഒരു ആകർഷണമാണോ നാടകത്തെ ഇങ്ങനെ പിന്നോട്ട് വലിക്കുന്നതെന്നുകൂടി പറഞ്ഞാൽ നന്നായിരിക്കും. അതിൻ്റെ ഉത്തരം എനിക്ക് തോന്നുന്നു സാർ തന്നെ പറഞ്ഞു തോന്നുന്നു. ഈ പറയുന്ന ഒരു ഗ്ലാമർ സ്വഭാവം സിനിമയ്ക്കുണ്ട് എന്നുള്ളത് തന്നെയായിരിക്കും അതിൻ്റെ ഉത്തരം. നാടകം അത്തരത്തിലൊരു ആളുകളിലെ അല്ലെങ്കിൽ ആളുകളെ സ്വാധീനിക്കാൻ തരത്തിൽ നാടകം കാണാൻ വേണ്ടി പോകുന്ന ആളുകൾ അതിൽ പറയുന്ന വിഷയങ്ങളെക്കുറിച്ച് ആശങ്കയുള്ള ആളുകളായിരിക്കും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അത് എല്ലാ കാലത്തും ഈ പറയുന്ന നേരത്തെ നമ്മൾ പറഞ്ഞല്ലോ, പ്രശ്നങ്ങളെക്കുറിച്ച് പറയുന്നു, അല്ലെങ്കിൽ സമകാലിക പ്രശ്നങ്ങളെക്കുറിച്ച് പറയുന്നു, അല്ലെങ്കിൽ ഭരണാധികാരികളെ വിമർശിക്കാൻ, അല്ലെങ്കിൽ ആ സമയത്തുള്ള നമ്മുടെ അവകാശ ലംഘനങ്ങളെക്കുറിച്ച് ഇടപെടുന്ന സർക്കാരുകളെ വിമർശിക്കാൻ, അത്തരത്തിലുള്ള പ്രശ്നങ്ങളെക്കുറിച്ച് പറയുന്നതിൽ ആ പ്രശ്നങ്ങളെക്കുറിച്ച് ആശങ്കയുള്ള ആളുകളായിരിക്കും ചിലപ്പോൾ എപ്പോഴും നാടകത്തിൻ്റെ കാണികളാകുന്നത്. ആ തരത്തിൽ നോക്കുമ്പോൾ ഈ പറയുന്ന സിനിമയ്ക്കുള്ളൊരു ഗ്ലാമർ സ്വഭാവം ഇല്ല എന്നുള്ളതായിരിക്കാം അവിടെ സദസ്സിൽ ആളില്ലാതെ പോകുന്നതും, അല്ലെങ്കിൽ അതിൻ്റെ വേദിയിലേക്ക് ആളുകൾ കടന്നു വരാത്തതിൻ്റെയും ഇതുണ്ടാവുക. പിന്നെ മറ്റ് മേഖലയിലേക്ക് ഉള്ള ഒരു ആക്സസ് ഉണ്ടല്ലോ, ഇപ്പോൾ സിനിമയാണെങ്കിലും അല്ലെങ്കിൽ മറ്റേതെങ്കിലും മേഖലയിലേക്കുള്ളൊരു ആക്സസിൻ്റെ അത്ര എളുപ്പമാണ് നാടകം എന്ന് എനിക്ക് തോന്നുന്നില്ല. നാടകത്തിന് കൃത്യമായ പ്രാക്ടീസും അതിന് എഫേർട്ട് എടുക്കേണ്ടതുണ്ട് എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്, അഭിനയത്തിൻ്റെ കാര്യത്തിലൊക്കെ ആണെങ്കിലും. അപ്പോൾ അത്തരത്തിൽ എഫേർട്ട് എടുക്കാനും കമ്മിറ്റ്മെൻറ്റോട് കൂടി അതിന് വേണ്ടി പ്രവർത്തിക്കാനും, അതിൻ്റെ ഉള്ളിൽ നമ്മുടെ ഉള്ളിൽ ഒരു ആഴത്തിലുള്ളൊരു താല്പര്യം വേണ്ടതുണ്ടെന്ന് തോന്നുന്നു. അത് പുതിയ കാലത്തുള്ള ആളുകൾക്ക് അത് ഉണ്ടോ എന്നുള്ള കാര്യത്തിൽ സംശയമുണ്ട്. വളരെ എളുപ്പത്തിൽ കാര്യങ്ങൾ ചെയ്യാനാണ് പുതിയ കാലത്തെ ആളുകൾ നോക്കുന്നത്. ചെറിയ കോഴ്സ് പഠിക്കുക, പെട്ടെന്ന് സെറ്റിലാവുക, പുറത്തേക്ക് പോവുക, അല്ലെങ്കിൽ വളരെ പെട്ടെന്ന്. കുറച്ച് മുൻപ് വരെയുള്ള ആളുകൾ 3 വർഷത്തെ ഡിഗ്രിയും ചെയ്യാൻ തയ്യാറായിരുന്നു, അതിനുശേഷമുള്ള 2 വർഷത്തെ പോസ്റ്റ് ഗ്രാജുവേഷനും ചെയ്യാൻ തയ്യാറായിരുന്നു, MPhilഉം PhDക്കും ഒക്കെ തയ്യാറായിരുന്നു. ഇന്ന് ഗവൺമെൻറ് കോളേജുകളുടെ കുട്ടികളുടെ എണ്ണം തന്നെ നമുക്കത് മനസ്സിലാക്കി തരും. അതിനൊന്നും അത്രയും സമയം കളയേണ്ട കാര്യമുണ്ടോ എന്നുള്ളതാണ് ആളുകൾ ചിന്തിക്കുന്നത്. വളരെ എളുപ്പത്തിൽ ക്യുക്കായി കാര്യങ്ങൾ ചെയ്യുക, സ്മാർട്ടായിട്ട് വർക്ക് ചെയ്യുക, ഹാർഡ് വർക്ക് വേണ്ട എന്നുള്ള രീതിയിൽ ചിന്തിക്കുന്നുണ്ടോ എന്ന് തോന്നുന്നു. ഞാൻ മനസ്സിലാക്കുന്നത് അങ്ങനെയാണ്. പിന്നെ നേരത്തെ അവൻ ചോദിച്ചത് ഭരണാധികാരികളെ വിമർശിക്കുന്നില്ല എന്നുള്ളതല്ലേ, RSSനെയും അല്ലെങ്കിൽ അവരെയൊന്നും വിമർശിക്കാത്ത തരത്തിലുള്ള നാടകങ്ങളാണ് വരുന്നത് എന്നുള്ളത്.
അതെല്ലായിടത്തും അങ്ങനെയാണെന്ന് തോന്നുന്നു. എഴുത്തുകളിലും ആ സ്വഭാവം വന്നു തുടങ്ങിയിട്ടുണ്ട്, സിനിമയിലും ആ സ്വഭാവത്തിലേക്ക് കാര്യങ്ങൾ എത്തുന്നുണ്ടെന്ന് തോന്നുന്നു. നമുക്ക് പെട്ടെന്ന് പിടികിട്ടാത്ത രീതിയിൽ ഹിന്ദുത്വത്തെ അല്ലെങ്കിൽ ഹിന്ദുത്വയെ എന്താ നമുക്ക് പെട്ടെന്ന് പിടികിട്ടാത്ത രീതിയിൽ സമൂഹത്തിലേക്ക് ഇഞ്ചക്റ്റ് ചെയ്യാനുള്ള ശ്രമം സിനിമയിൽ കാര്യമായി തന്നെ ഉണ്ട്. നാടകത്തിൽ അങ്ങനെ ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ താരതമ്യേന എനിക്ക് തോന്നുന്നു അത് കുറവായിരിക്കും. പക്ഷേ സിനിമയിലും എഴുത്തിലൊക്കെ അത് പ്രകടമായി തന്നെ കാണുന്നുണ്ട് എന്നുള്ളത് തന്നെയാണ്, അത് സത്യമാണ്. അത് പ്രസൻറ്റേഷനിൽ പറഞ്ഞ ഒരു ഓവറോൾ ഒരു സംഗതിയാണ് പറഞ്ഞതെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ എനിക്ക് വയ്ക്കാനുള്ളത് ഇടതുപക്ഷ നാടക പ്രസ്ഥാനങ്ങളിലെ സ്ത്രീ സാന്നിധ്യം, പ്രത്യേകിച്ച് നമുക്ക് അറിയപ്പെടുന്ന നടിമാരെ ഇപ്പോൾ ലളിത അമ്മയെ പോലുള്ള ആളുകാരൊക്കെ ഉള്ള ആളുകളൊക്കെ വളരെ സജീവമായിരുന്ന നിലമ്പൂർ ഐശാത്തായ പോലുള്ള ആളുകൾക്ക് ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളിലാണ്. അപ്പോൾ അതിനെക്കുറിച്ചുകൂടെ ഉള്ളൊരു ചരിത്രം മുഴുവൻ പറയണമെന്നല്ല, അതിനെക്കുറിച്ചുള്ള ഒരു ഒരു കാഴ്ചപ്പാടും അല്ലെങ്കിൽ അതിൻ്റെ ഒരു അവതരണവും കൂടെ വേണ്ടതുണ്ടെന്നൊരു അഭിപ്രായമുണ്ട്. ഇടതുപക്ഷ വേദിയിൽ ഞാൻ മനസ്സിലാക്കുന്നത് എനിക്കും അതിൽ ഇടതുപക്ഷ വേദിയിൽ നിന്ന് അല്ലെങ്കിൽ അവർ രൂപീകരിച്ച അല്ലെങ്കിൽ ആ തരത്തിൽ നാടകവേദികളിൽ എത്രത്തോളം സ്ത്രീകളുടെ പ്രാതിനിധ്യം ഉണ്ടായിരുന്നു എന്നുള്ളത് എനിക്കും കൃത്യമായിട്ട് അറിയില്ല. ഞാനും ഈ KPS ലളിത അല്ലെങ്കിൽ നിലമ്പൂർ ഐഷയെ പോലുള്ള ആളുകളെ ഞാനും കണ്ടിട്ടുള്ളൂ. അപ്പോൾ അതിൻ്റെ ആഴത്തിലുള്ള ഒരു ചരിത്രം എനിക്കും അത്ര വ്യക്തമല്ല. അതെ, ഈ പള്ളിപ്പറമ്പുകളിലും അമ്പലപ്പറമ്പുകളിലൊക്കെ നാടകം കളിക്കുമ്പോഴേ ഏറ്റവും കൂടുതൽ ഉണ്ടാകുന്നത് വനിതകളാണ് കാണികളായിട്ട്. ഏറ്റവും കൂടുതൽ വനിതകളായിട്ടുണ്ടാകുന്നു. അതുപോലെ അമച്വർ നാടകങ്ങൾ കളിക്കുമ്പോൾ നടികൾ ഇഷ്ടംപോലെ കിട്ടുമായിരുന്നു, വരുമായിരുന്നു. മുസ്ലിം കുട്ടികൾ മാത്രമാണ് ഈ രംഗത്തേക്ക് വരാതിരിക്കുന്നത്. അതിൻ്റെ കാരണങ്ങൾ നേരത്തെ നമ്മൾ പറഞ്ഞു അല്ലോ, അതാണ്. അപ്പോൾ സ്ത്രീകൾ വരുന്നില്ല എന്ന് പറയുന്നത് ശരിയല്ല. കാരണം എൻ്റെ അനുഭവങ്ങളാണ് ഞാൻ പറയുന്നത്. അമച്വർ ഒരുപാട് നാടകങ്ങൾ, ഒരുപാട് നടികൾ രംഗത്ത് വന്നിട്ടുണ്ട്, അഭിനയിച്ചിട്ടുണ്ട്. അതുപോലെ ഞങ്ങൾ കളിക്കുന്ന അമ്പലപ്പറമ്പുകളിലും പെരുന്നാളിലൊക്കെ ക്രിസ്ത്യൻ പെരുന്നാളുകളിലും അമ്പലപ്പറമ്പുകളിലൊക്കെ നാടകം കളിക്കുമ്പോഴും അല്ലെങ്കിൽ ഓഡിറ്റോറിയത്തിലൊക്കെ നാടകം കളിക്കുമ്പോഴൊക്കെ ഏറ്റവും കൂടുതൽ സ്ത്രീ പ്രാതിനിധ്യം കാണികളാണ് ഉണ്ടാവാറ്. ഓക്കെ, അതിൽ ഇക്കുമുത്ത് മാഷിന് കുറച്ചും കൂടെ അധികം കൂട്ടിച്ചേർക്കാൻ പറ്റുമെന്ന് തോന്നണേ. പക്ഷേ അതിനോട് ചില കാര്യങ്ങൾ അവരിപ്പോൾ സ്ത്രീകൾ എന്തുകൊണ്ട് നാടക രംഗത്തേക്ക് വരുന്നില്ല, അതിൻ്റെ സാമൂഹിക സാഹചര്യങ്ങളൊക്കെ വിശദമായി അവർ പറയാൻ ശ്രമിച്ചിട്ടുണ്ട്. അതിനോട് കൂടെ എനിക്ക് തോന്നിയത് ഇപ്പോൾ മലയാള നാടക സ്ത്രീചരിത്രം എന്ന പുസ്തകത്തിൽ സജിത മഠത്തിൽ അതാവ് ഒരർത്ഥത്തിൽ മലയാളത്തിലെ അരങ്ങിൻ്റെ ചരിത്രത്തിൽ സ്ത്രീ എവിടെ എന്ന് അന്വേഷിക്കാൻ ശ്രമിച്ച ഒരു ആദ്യകാലത്തെ പുസ്തകം. അതിലവർ പറയുന്നു, നിലവിലുള്ള നാടക ചരിത്രത്തിൽ ഇപ്പോൾ കമ്മ്യൂണിസ്റ്റ് നാടകങ്ങൾ ഇവിടെ പരാമർശിച്ചുകൊണ്ട് പറയാം, അതിനകത്ത് പോലും പ്രമേയപരമായി നോക്കുമ്പോൾ സ്ത്രീയുടെ ഒരു കർത്തൃത്വത്തെ അവഗണിച്ചിട്ടുണ്ടെന്ന് പറയുന്നുണ്ട്. ഉദാഹരണത്തിന് നിങ്ങൾ തന്നെ കമ്മ്യൂണിസ്റ്റ് ആക്കിയിലെ സ്ത്രീ കഥാപാത്രങ്ങൾ, അതിൽ പുരുഷ കഥാപാത്രങ്ങളാണ് വിപ്ലവം മുന്നോട്ട് കൊണ്ടുപോകുന്നത്. എന്നാൽ സ്ത്രീ കഥാപാത്രങ്ങൾ ആ പുരുഷ കഥാപാത്രങ്ങളെ അസിസ്റ്റ് ചെയ്യുന്ന, ഉദാഹരണത്തിന് പോസ്റ്ററിന് വേണമെങ്കിൽ മൈദ കലക്കി കൊടുക്കാം, അല്ലെങ്കിൽ കൊടീൻ്റെ അത് നൂല് ശരിയാക്കി കൊടുക്കുക. അവർ രാഷ്ട്രീയം പറയാൻ യോഗ്യരല്ല. രാഷ്ട്രീയം പറയുന്നത് പുരുഷ സഖാക്കൾ മാത്രമാണ്. ആ നാടകത്തെ അനലൈസ് ചെയ്യുന്നു, വളരെ ഗംഭീരമായിട്ട് അത് സജിത അനലൈസ് ചെയ്യുന്നുണ്ട്. അതുമാത്രമല്ല, 1930-കളിലെ യോഗക്ഷേമ സഭയുടെ നാടകങ്ങളിൽ അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക് എന്ന് പറയുന്ന അങ്ങനെ പ്രശ്നമുണ്ടോ, അടുക്കളയിലേക്ക് നിന്ന് അരങ്ങത്തേക്ക് എന്ന നാടകത്തിലെ അതിൽ നായകനായ മാധവൻ ആഗ്രഹിക്കുന്ന തരത്തിലുള്ള ഒരു പെണ്ണായിട്ടാണ് അതിലെ തേദിയെ സങ്കല്പിക്കുന്നത്. അല്ലാതെ തേദി മാധവൻ എങ്ങനെ ആയിരിക്കണം എന്ന് അതിൽ സ്വപ്നം കാണുന്നേ ഇല്ല. എന്ന് വെച്ചാൽ ആ നാടകത്തിൻ്റെ ഒരു ഘടന വീട്ടി എന്ന പുരുഷൻ്റെ കണ്ണിലൂടെയുള്ള സ്ത്രീ വിമോചനമാണ്. അതെ, അത് ആ കാലഘട്ടത്തിൻ്റെ ഒരു പ്രത്യേകതയായിട്ട് ഞാൻ പറയാം. അപ്പോൾ ഇങ്ങനെ നമ്മൾ ഏറ്റവും സ്ത്രീ വിമോചനപരമെന്ന് നമ്മൾ പ്രത്യക്ഷത്തിൽ പറയുന്ന നാടകങ്ങളെപ്പോലും, അല്ലെങ്കിൽ വിപ്ലവാത്മകമെന്ന് നമ്മൾ മനസ്സിലാക്കുന്ന നാടകങ്ങളെപ്പോലും ഇങ്ങനെ കീറി മുറിച്ചിട്ടാണ് സജിത പുസ്തകം കൊണ്ടുപോകുന്നത്.
ഈവൻ അതിൽ 1970 ശേഷമാണ് സ്കൂൾ ഓഫ് ഡ്രാമയിൽ സ്ത്രീകളുടെ വരവിനെ പറ്റി പറയുന്നത്. സ്കൂൾ ഓഫ് ഡ്രാമയിൽ ആണുങ്ങൾ മാത്രമാണ് ആദ്യകാലത്ത് ചേർന്നത്. പക്ഷെ പിന്നെ സജിത അവിടെ ചേരുന്നതിനെക്കുറിച്ച് കുക്കു പരമേ കുറേ ലേഡി ആർട്ടിസ്റ്റുകൾ സ്റ്റുഡൻസ് ആയിട്ട് വരുമ്പോൾ അവർക്ക് അത്ര കംഫർട്ടല്ലാത്ത കുറച്ച് കാര്യങ്ങൾ അവിടെ ഉണ്ടായതിനെക്കുറിച്ച് അതിൽ പറയുന്നുണ്ട്. അതായത് ഈ ശാരീരിക വ്യായാമങ്ങൾ വേണ്ടി വരും ആക്ടേഴ്സിനുള്ള ട്രെയിനിങ്. അപ്പോൾ ആക്ടേഴ്സ് ട്രെയിനിങ്ങിന് ചെല്ലുമ്പോൾ പുരുഷന് വഴങ്ങുന്ന, അവരുടെ ഫിസിക്കിന് വഴങ്ങുന്ന തരത്തിലുള്ള ട്രെയിനിങ്ങുകളാണ് കൊടുക്കുന്നത് അധികവും. എന്നുവെച്ചാൽ പുരുഷനെ മുന്നിൽ കണ്ടാണ് മൊത്തം എക്സസൈസ് ഡിസൈൻ ചെയ്തിട്ടുള്ളത് എന്ന് സജിത അവിടെ പരാതി പറഞ്ഞു. എന്നുവെച്ചാൽ അതിൽ മാറ്റം വേണം. കാരണം ഞങ്ങളുടെ ബോഡി പോലെയല്ല നിങ്ങളുടെ ബോഡി, ഞങ്ങളുടെ ശരീരത്തിന് വഴങ്ങുന്ന തരത്തിൽ കൂടി ഇതിൻ്റെ എക്സസൈസുകൾ പിന്നെ ഡിസൈൻ ചെയ്യുമ്പോൾ മാറ്റം വേണമെന്ന് പറയുന്നതിനെക്കുറിച്ച് അങ്ങനെ പല വളരെ മൈന്യൂട്ടായ കാര്യങ്ങളെ എങ്ങനെയാണ് നാടകവേദിയിൽ സ്ത്രീകളുടെ ഇടത്ത് നിർണ്ണയിക്കുന്നതെന്ന് പറഞ്ഞുകൊണ്ടാണ് പോകുന്നത്. പിന്നെ വേറെ ഇവരുടെ പുസ്തകം ശ്രീനാടകവേദിയിൽ പിന്നീട് എഴുതപ്പെട്ട കുറേ പുസ്തകങ്ങൾ മലയാള നാടക ചരിത്രത്തിൽ നോക്കുമ്പോൾ ആദ്യകാലത്ത് തന്നെ എന്ന് വെച്ചാൽ മലയാളത്തിലെ പുരുഷന്മാർ എന്ന് നാടകത്തിൽ പ്രവേശിച്ചുവോ ഏറെക്കുറെ അക്കാലത്തൊട്ട് തന്നെ സ്ത്രീകളും നാടകരംഗത്ത് പ്രവേശിച്ചിട്ടുണ്ട്. പക്ഷേ ചരിത്രമെഴുത്തുകാരത് ശ്രദ്ധിച്ചിട്ടില്ല, അല്ലെങ്കിൽ നമ്മുടെ സാമൂഹ്യ രാഷ്ട്രീയ സാഹചര്യങ്ങൾ കാരണം അത് പരിഗണിക്കപ്പെട്ടിട്ടില്ല എന്ന് അവർ പറയുന്നുണ്ട് മറ്റു പുസ്തകങ്ങളിലൊക്കെ. അതിലൊന്ന് ഈ കുട്ടിക്കുഞ്ഞു തങ്കച്ചി അങ്ങനത്തെ ആൾക്കാരൊക്കെ പറയുന്നുണ്ട് വെച്ചാൽ ആ കാലഘട്ടത്തിൽ അവരും നാടകങ്ങളൊക്കെ എഴുതിയിട്ടുണ്ട്. ഉദാഹരണത്തിന് പിന്നെന്താ പുരാണ കഥകൾ തന്നെയാണ് ആ ആദ്യകാലങ്ങളിലെ നാടകങ്ങളിൽ. അതും സവർണഗൃഹങ്ങളിലെ സവർണ സ്ത്രീകൾ മാത്രമാണ് ആദ്യകാലങ്ങളിൽ സ്ത്രീ എന്ന മട്ടിൽ പോലും റെപ്രസെൻ്റ് ചെയ്യപ്പെട്ടിരുന്നത്. എന്നുവെച്ചാൽ 20-ാം നൂറ്റാണ്ടിൻ്റെ തുടക്കത്തിൽ പുരുഷൻ എന്ന് നാടകമേഖലയിൽ എത്തിയോ അന്ന് സ്ത്രീയുമുണ്ട്, പക്ഷെ തുച്ഛമാണ്, കുറവാണ്. പക്ഷെ എന്നാലും അവരുണ്ട്. അവർ പുരുഷൻ്റെ ഓരം പറ്റി പുരുഷൻ എങ്ങനെ ലോകത്തെ കാണുന്നു ആ മട്ടിലൊക്കെയാണ് കാണുന്നതെങ്കിലും അതിൽ ചില സ്പാർക്കുകൾ, സ്ത്രീകളുടെ സ്വന്തം കാര്യങ്ങൾ പറയാനുള്ള അവരുടെ ശ്രമം, പുരാണ കഥ പറയുമ്പോൾ പോലും അതിൽ അർജുനൻ്റെ നിഴലായി നിൽക്കുന്ന എന്താണ് അർജുനൻ്റെ ഭാര്യയുടെ പേര്, കൃഷ്ണൻ്റെ പെങ്ങള് ഉത്തര, സുഭദ്ര അല്ലേ, കൃഷ്ണൻ്റെ പെങ്ങളെ, അർജുനൻ്റെ പെങ്ങളെ, അർജുനൻ്റെ സുഭദ്ര എന്ന് പറയും. അപ്പോൾ ഈ സുഭദ്രാർജുനം പോലുള്ള നാടകങ്ങളിലെ പുരാണബന്ധിതമായ ഡയലോഗിൽ പോലും ഇവർ എഴുതിയ നാടകങ്ങളായപ്പോൾ അതിനകത്ത് എന്താ വെച്ചാൽ കുറച്ചും കൂടിയും സ്ത്രീയുടെ കർത്തൃത്വത്തെ നമുക്ക് സൂക്ഷ്മവായനയിൽ കിട്ടാവുന്ന കുറച്ച് ഡയലോഗ്സ് ഉണ്ട്. ആ ഡയലോഗൊന്നും എനിക്ക് ഓർമ്മയില്ല, കാരണം ആ തരത്തിൽ ഞാൻ പ്രിപ്പയർ ചെയ്യാത്തതുകൊണ്ട്, പക്ഷേ ഓർമ്മയിൽ നിന്ന് പറഞ്ഞതാണ്. അങ്ങനെ വന്ന് പിന്നീട് VT ഭട്ടതിരിപ്പാട്, MRB, പ്രേംജി തുടങ്ങിയ പുരുഷന്മാരായ യോഗക്ഷേമ സഭ, നമ്പൂതിരി നാടകകൃത്തുക്കളെ നമ്മൾ അധികം കേട്ടിട്ടുണ്ടെങ്കിലും അക്കാലത്ത് നമ്പൂതിരി സ്ത്രീകൾ ചേർന്ന് തൊഴിൽ കേന്ദ്രത്തിലേക്ക് എന്ന് പറയുന്ന ഒരു നാടകം രചിച്ചിട്ടുണ്ട് 1940-കളിൽ. 29-ലാണ് അടുക്കളയിൽ നിന്ന് രംഗത്തേക്ക് വരുന്നത്. 40-കളിൽ എന്താ പറയുക, തൊഴിൽ കേന്ദ്രത്തിലേക്ക് എന്ന് പറയുന്നത് സ്ത്രീകളുടെ മാത്രം കൂട്ടായ്മയിൽ നമ്പൂതിരി സ്ത്രീകൾ അവർ സ്വയം ഈ ഇല്ലങ്ങളിൽ നിന്ന് പുറത്തു വന്ന് ഒരു തൊഴിൽ കേന്ദ്രം സ്ഥാപിക്കുകയും അവിടെ അവരുടെ സ്വാശ്രയത്വത്തിന് വേണ്ടി സ്വയം തൊഴിൽ ചെയ്യുകയും അവരുടെ ഭർത്താക്കന്മാർ പലതരത്തിലുള്ള രാഷ്ട്രീയത്തിന്, ഹിന്ദുത്വ അങ്ങനത്തെ പലതരം സാധനങ്ങൾക്കൊക്കെ നിർബന്ധിക്കുമ്പോൾ അതിനെതിരെ സ്വതന്ത്രമായി നിലപാടെടുക്കുകയും ചെയ്യുന്ന സ്ത്രീകളുടെ ഒരു കൂട്ടായ്മയാണ്. അതാണ് തൊഴിൽ കേന്ദ്രത്തിലേക്ക് എന്നുള്ള നാടകത്തിൽ. അത് സ്ത്രീകൾ തന്നെ രചിച്ച് സ്ത്രീകൾ തന്നെ അഭിനയിച്ച ബാലകലേശം. അല്ല, ഞാൻ 1910-ലാണ് ബാലകലേശം വരുന്നത്. പണ്ഡിറ്റ് KP കറുപ്പൻ്റെ നാടകമാണ് അത്. പിന്നെ മുക്കുവ സമുദായത്തിൻ്റെ പിന്നെ അല്ലെങ്കിൽ ആ കാലഘട്ടത്തിൽ നിന്ന് ഉയർന്നു വന്ന ഒരു വലിയ പ്രഗത്ഭനായിട്ടുള്ള ആളാണ്. അയാൾ മഹാരാജാസ് കോളേജിലെ മലയാളം പ്രൊഫസറായിരുന്നു പണ്ഡിറ്റ് KP കറുപ്പൻ. അത് പിന്നെ ഒരു മത്സരത്തിൻ്റെ ഭാഗമായി എഴുതിയ നാടകമാണ്. അതിൽ പക്ഷേ ജാതി ദളിത് പെർസ്പെക്റ്റീവാണ്. അതിനകത്ത് ഒരു നമ്പൂതിരിയെ വഴിയിൽ തടഞ്ഞുകൊണ്ട് കൊച്ചാളൻ എന്ന് പറയുന്ന ഒരു പുലയൻ, അപ്പോൾ നമ്പൂതിരി ഇങ്ങനെ മാറി നടക്കാൻ ശ്രമിക്കുകയാണ് ദൂരം. അപ്പോൾ പറയുന്നത്, നാണമില്ലല്ലോടാ മനുഷ്യനെ കാണുമ്പോൾ മാറി നടക്കുന്നത് എന്ന് പുലയൻ നമ്പൂതിരിയോട് ചോദിക്കുന്ന കഠിനമായ അത്രയും പിന്നെ രാഷ്ട്രീയ വിമർശനം, സാമൂഹ്യ വിമർശനം വന്നിട്ടുള്ളൊരു നാടകമാണ് ശരിക്കും ബാലകലേശം. ഞാൻ അതിപ്പോൾ സ്ത്രീപക്ഷം എന്നുള്ള രീതിയിൽ എങ്ങനെ ചർച്ച ചെയ്യുന്നുള്ളതുകൊണ്ടാണ് പറയാത്തത്. അത് വേറെ ദളിത് കൂട്ടായ്മയിലുള്ള നാടകങ്ങൾ വന്നിട്ടുണ്ട്. അത് 70-കൾക്ക് ശേഷം
വേഴ്ച പോലുള്ള നാടകങ്ങളുണ്ട്. സാംകുട്ടി പട്ടങ്കരിയാണ് ഡയറക്റ്റ് ചെയ്തിട്ടുള്ളത്. പിന്നെ ബുദ്ധൻ്റെ ഒരു ആംഗിളിൽ ബുദ്ധൻ എങ്ങനെ സ്ത്രീകളോട് പെരുമാറി, തൻ്റെ സ്ത്രീകളെ ഏതൊക്കെ തരത്തിൽ അവഗണിച്ചു എന്ന് പറയുന്നൊരു ക്രിട്ടിക്കലായിട്ടുള്ളൊരു പ്ലേ തിരുവനന്തപുരത്തെ അഭിനേത്രി ശ്രീലതയുടെ നേതൃത്വത്തിൽ സംവിധാനം ചെയ്തിട്ടുണ്ട്. അത് പിന്നെ ശ്രീലത എഴുതിയതാണ്. ദേവദൂതികൾ എന്തോ പേരാണ്, ഞാൻ മറന്നുപോയി. അത് അവർ ഒരു 1980-90കളിലാണ് ആ നാടകം വരുന്നത്. പ്രവാചക എന്ന് പറയുന്ന നാടകം രാജരാജേശ്വരിയുടെ നാടകമുണ്ട്. അതുപോലെ ശ്രീജയെ വളരെ സവിശേഷമായി മലയാള നാടക ചരിത്രത്തിൽ പറയുകയാണെങ്കിൽ ലേബർ റൂം എന്ന് പറഞ്ഞ ശ്രീജയുടെ നാടകം മലയാള നാടക ചരിത്രത്തിൽ ആദ്യമായി എന്താണ് ലേബർ റൂമിൽ നടക്കുന്നത് എന്ന് പബ്ലിക്കിനെ കാണിച്ചു കൊടുക്കുന്നൊരു നാടകം. പ്രസവവേദന അനുഭവിക്കുന്ന സ്ത്രീകൾ മാത്രം, അതുപോലെ നഴ്സ് വരുന്നുണ്ട്, ഡോക്ടർ വരുന്നുണ്ട്, ഈ പിന്നെ പ്രസവിക്കുന്ന സ്ത്രീയുണ്ട്, പ്രസവത്തിന് തയ്യാറെടുത്ത് ഇപ്പുറത്ത് വേദന അനുഭവിക്കുന്ന ഒരു ലേബർ റൂമിൽ എന്താണ് നടക്കുന്നതെന്ന് പബ്ലിക്കായി സൊസൈറ്റിയെ കാണിച്ചു കൊടുക്കുന്ന ഒരു ഗംഭീരമായ നാടകമാണ് ലേബർ റൂം. അതിനകത്തൊക്കെ പലതരത്തിലുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും, പക്ഷെ എന്നാലും ആദ്യമായിട്ടുള്ളൊരു ശ്രമമാണ്. അതുപോലെ ശ്രീജയുടെ കല്യാണ സാരി എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിൽ പിന്നെ ഒരു സാധാരണ കുടുംബത്തിലെ അല്ലെങ്കിൽ ഒരു മധ്യവർഗത്തോളം എത്തുന്ന ഒരു കുടുംബത്തിലെ ഒരു സ്ത്രീ എങ്ങനെയാണ് ആ കുടുംബത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ അതിജീവനത്തിന് വേണ്ടി സ്വന്തം പവിത്രമായി കരുതിയ കല്യാണ സാരി അവസാനം എടുത്ത് ചവിട്ടിയാക്കുക. കല്യാണ സാരി ആ പഴയ പെട്ടിയിൽ നിന്ന് എടുത്തിട്ട് വീട്ടുമുറ്റത്ത് വീട്ടിൽ നിന്ന് കയറി വരുന്നിടത്തുള്ള ചവിട്ടിയാക്കിയിട്ട് വെക്കുന്നതാണ് അതിൻ്റെ കഥയുടെ സംഭവം. അത്രത്തോളം ദാരിദ്ര്യത്തിലേക്കും പ്രശ്നത്തിലേക്കും ഒക്കെ പോകുന്ന തരത്തിൽ തൻ്റെ പുരുഷന്മാർ എങ്ങനെയൊക്കെയാണ് പ്രവർത്തിക്കുന്നത് കാണിക്കുന്ന ഒരു ഗംഭീരമായ പ്ലേയാണ് കല്യാണ സാരി എന്ന് പറയുന്ന. പിന്നെ അങ്ങനെ ഇത്തരം മൂല്യങ്ങളെക്കാൾ ഉപരി എനിക്ക് അതിജീവനമാണ് പ്രധാനം എന്ന മെസ്സേജും ഉണ്ട്. ഈ പരമ്പരാഗതമായിട്ടുള്ള മൂല്യങ്ങൾ എന്നുള്ള പലതരത്തിലുള്ള സംഗതികൾ വരുന്നു. അപ്പോൾ മലയാള നാടകത്തിൽ ശരിക്കും പുരുഷൻ നാടകത്തിൽ വന്ന മുതൽക്ക് തന്നെ ഒരർത്ഥത്തിൽ സ്ത്രീകളുടെ സാന്നിധ്യമുണ്ട്. പക്ഷേ അത് അക്കൗണ്ടബിളായിട്ട് അത് ചരിത്രം വേണ്ട രീതിയിൽ രേഖപ്പെടുത്താത്തതിൻ്റെ പ്രശ്നങ്ങളാണ് സജിതയ്ക്ക് അതിന് ഉന്നയിക്കുന്നത്. പിന്നെ സജിത പറയുന്നത്, നിങ്ങൾ സ്ത്രീ വിമോചനം എന്ന് പറഞ്ഞ് കൊണ്ടാടി രചിച്ച മുന്നോട്ട് കൊണ്ടുവന്ന നാടകങ്ങളിൽ പോലും യഥാർത്ഥത്തിൽ അത് പുരുഷൻ്റെ വീക്ഷണത്തിലുള്ള സ്ത്രീ ആയിരുന്നു എന്ന വിമർശനമുണ്ട്. അതിലിപ്പോൾ ഇപ്പം രാഷ്ട്രീയ നാടകമായ പാട്ടബാക്കിയിലെ കുഞ്ഞുമാളുവിനെ സജിതം അവതരിപ്പിക്കുന്നത് കുഞ്ഞുമാള് സ്വന്തം നിലക്ക് തീരുമാനം എടുക്കുന്ന പെണ്ണായിരുന്നു. എന്നുവെച്ചാൽ രാഷ്ട്രീയ ആ നാടകത്തിലെ സ്ത്രീയെ, പാട്ടബാക്കിയിലെ സ്ത്രീയെ കുറച്ചും കൂടിയും സ്ത്രീയുടെ ഒരു കർത്തൃത്വത്തെ മനസ്സിലാക്കുന്ന ഒരു സ്ത്രീയായിട്ടാണ് ശ്രീജ കാണുന്നത്. മറ്റ് നാടകങ്ങൾ KPSC ആ തരത്തിലല്ല കാണുന്നത്. അങ്ങനെയുള്ളൊരു പാരമ്പര്യം അത് ഇന്നെന്ന് പറഞ്ഞാൽ സ്ത്രീകളുടെ വലിയ ഇപ്പോൾ സ്കൂൾ ഓഫ് ഡ്രാമയിലൊക്കെ ചെന്ന് കഴിഞ്ഞാൽ അധികവും പെൺകുട്ടികളാണ് നമുക്ക് കാണാൻ പറ്റും. പിന്നെ പെൺകുട്ടി അങ്ങനെ ഇപ്പോൾ ഒരു 10-15 വർഷമായിട്ട് പിന്നെ അങ്ങനത്തെ ഒരു വ്യത്യാസം നാടകത്തിൽ ആരെങ്കിലും സ്ത്രീകളുടെ അല്ലേ അങ്ങനെ എന്താണ് എനിക്ക് തോന്നുന്നത്. ഞാനിപ്പോൾ ഇവിടെ തന്നെ ഇപ്പോൾ ശാന്തപുരം അൽജാമയിൽ പെൺകുട്ടികളുടെ നാടകം ജഡ്ജ് ചെയ്യാൻ വേണ്ടി ഇപ്പോൾ അമീനും ഞങ്ങളൊക്കെ പോകാറുള്ളതാണ്. അതിൽ ഒരുപക്ഷെ ആൺകുട്ടികളുടെ നാടകത്തെക്കാൾ ഗംഭീരമായിട്ട് ഞങ്ങൾ പിന്നെ കമൻറ്റിൽ വിലയിരുത്തിയ അതിൽ നീ ബെസ്റ്റ് ആക്ടർ എന്തോ ആയിരുന്നോ ബെസ്റ്റ് ആക്ടറായിട്ട് ഇവള് ആ നാടകം അല്ലേ, ആ നാടകത്തിൻ്റെ പേരെന്തേലും അത് നിങ്ങൾ തന്നെ എഴുതിയതല്ലേ, ഒന്ന് പറഞ്ഞു അതിനെ ജസ്റ്റ്. ഗംഭീര നാടകം, ആൺകുട്ടികളുടെ ഇവളായിരുന്നു ബെസ്റ്റ് ആക്ട്രസ്, ഞാനാ ജഡ്ജ് ചെയ്തിരുന്നു, അതാ ഞാൻ പറഞ്ഞത്. അപ്പോൾ അവർ തന്നെ എഴുതി അവർ തന്നെ കളിച്ച് ആൺകുട്ടികളുടെ നാടകമൊക്കെ അതിൻ്റെ എത്രയോ പിന്നിലായിപ്പോയി. മുന്നോട്ട് വരാനുള്ള ഞാനത് ഓർക്കണ്ട്. ഞാൻ അതിനെക്കുറിച്ച് പറഞ്ഞു, ജസ്റ്റ് സമയമുണ്ടോ? ഞാൻ ഇതിനോട് ആഡ് ചെയ്ത് പറയണം കേട്ടോ. ഹലോ. അപ്പോൾ അവരുടെ ഒരു എക്സ്പീരിയൻസ് ചിലപ്പോൾ ഒരു പക്ഷേ എങ്ങനെയാണ് അങ്ങനെ സ്ക്രിപ്റ്റിലേക്ക് എത്തുന്നത് ജസ്റ്റ് ഒന്ന് എന്തെങ്കിലും പറയാം. ശരിക്കും സ്ക്രിപ്റ്റ് എഴുതിയതിൻ്റെ തുടക്കം എന്ന് പറഞ്ഞാൽ ആൾ 2 സീനിയേഴ്സാണ്. ഒരിക്കൽ ആ സ്ക്രിപ്റ്റ് കിട്ടിയെന്ന് വെച്ചാൽ അതൊരു ബംഗാളികൾ വീട്ടിൽ വരുമ്പം വീട്ടിലെ ഉമ്മാക്ക് ഉണ്ടാകുന്ന ടെൻഷനാണ്. അപ്പോൾ ഓർക്ക് ആ സ്ക്രിപ്റ്റ് കിട്ടി, പിന്നെ അത് ഒന്ന് വലിച്ച് നീട്ടി ഇങ്ങനെ ഉണ്ടാക്കിയതാണ്. അപ്പം നാളെ 2 സീനിയർ ഹനീനയും പിന്നെ ഹാജർ മെഹബൂബ്.
അല്ല അതിൻ്റെ മെയിൻ ത്രെഡ് കിട്ടിയത് ഓർക്കാണ്. പിന്നെ പിന്നെ നമ്മൾ ഇരുന്നിട്ട് കൂട്ടി അങ്ങനെ ചേർത്തുണ്ടാക്കിയതാണ്. മെയിൻ ഓല തന്നെയാണ് എനിക്ക്. പിന്നെ അതിൽ സെറ്റിങ്സിൻ്റെ ഓവർ ആവശ്യമൊന്നും ഇല്ലേനു, ചെറിയ സെറ്റിങ്സ്. പിന്നെ എന്താണ് അതിൽ 15 മിനിറ്റ് ഒരു ക്യാരക്ടർ തന്നെയാണ് അഭിനയിക്കുന്നത്. ആദ്യത്തെ ഒരു 10 മിനിറ്റ് കുറച്ച് ആൾക്കാരുണ്ടാവും, പിന്നെ 15 മിനിറ്റ് അയ്യ വീട്ടിലുള്ള ഉമ്മ തന്നെയാണ് അഭിനയിക്കുക. വീട്ടിലുണ്ടാകുന്ന ഉമ്മാക്കുള്ള ടെൻഷൻ. പിന്നെ 15 മിനിറ്റ് ഒരാൾ തന്നെ അഭിനയിക്കുന്നത്. അപ്പോൾ ബാക്ക്ഗ്രൗണ്ടിൽ നിന്നുള്ള സൗണ്ടും ബംഗാളികൾ കൈമാറുന്ന അങ്ങനത്തെ കാര്യങ്ങളെല്ലാം കാണിക്കുന്നല്ലാണ്ട്. പിന്നെ അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ അതിനുള്ളത്. ഒരു ഓൽക്കത് മേ ബി ഓൽക്കൊക്കെ കുറച്ചുകൂടെ പറയാനാവും. ഞാൻ ജസ്റ്റ് ഇരുന്നിക്കാളുള്ളൂ, കാര്യമായിട്ട് ഇൻവോൾവ്മെൻറ്റ്. ഓ എനിക്ക് പിന്നെ കുറച്ച് കാര്യം പറയാനുണ്ട്. ഞാൻ കുറച്ച് നേരം അയാൾ നോക്കുന്നു. ഇപ്പം പെണ്ണുങ്ങൾ മുന്നോട്ട് വരുന്നില്ല എന്ന് എനിക്ക് അറിഞ്ഞൂടാ. മേ ബി എൻ്റെ തെറ്റിദ്ധാരണയായിരിക്കും. എൻ്റെ ധാരണ ഞാൻ പറയുന്നതാണ്. പണ്ട് ആണുങ്ങൾ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ ചിലപ്പോൾ എന്തായാലും പെണ്ണുങ്ങൾ കുറവായിരിക്കും. പക്ഷേങ്കിൽ പെണ്ണുങ്ങൾ വരുന്നുണ്ട്. പിന്നെ എനിക്ക് തോന്നുന്നു പെണ്ണുങ്ങൾക്ക് ഇങ്ങനെ പെണ്ണുങ്ങളതായ ഒരു സ്പേസ് കുറവായിരിക്കും. ആണുങ്ങൾ മുമ്പ് കളിക്കുമ്പോൾ എന്തായാലും നമുക്ക് കുറച്ചുകൂടെ നമ്മൾ തെക്കുവ മുന്നോട്ട് കൊണ്ടുവന്നതിൻ്റെ നമ്മളെ മൊത്തത്തിൽ കുറച്ചുകൂടെ ഒന്ന് അതബിലായിരിക്കുമല്ലോ കളിക്കുക. അപ്പോൾ പെണ്ണുങ്ങളതായ ഒരു സ്പേസ് കിട്ടണമെന്ന് ഞാൻ ഇടയ്ക്ക് വിചാരിക്കലുണ്ട്. ഇപ്പോൾ ആണുങ്ങൾക്ക് ചിലപ്പോൾ അങ്ങനത്തെ ഒരുപാട് സ്പേസ് കിട്ടും. പക്ഷെ മാത്രമല്ല ആണുങ്ങളെ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ പെണ്ണുങ്ങൾ കുറച്ചുകൂടെ അതബിലും അങ്ങനെയെല്ലാം അഭിനയിക്കണമല്ലോ. അത് ഭയങ്കര പണിയുള്ള കാര്യമൊന്നുമല്ല, നമ്മളെല്ലാം ചെയ്യുന്ന കഴിഞ്ഞാൽ പ്രശ്നമൊന്നുള്ള കാര്യമല്ല. എന്നാലും ഇപ്പോൾ ഉദാഹരണത്തിന് ഇപ്പം ഇങ്ങനത്തെ നമ്മളിപ്പോൾ ജാമ്യ തന്നെ നമ്മൾ അഭിനയിക്കുമ്പോൾ നമ്മൾ ഇതിനെപ്പറ്റി ഇങ്ങനെ അന്വേഷിക്കും. കാരണം ഒരു അർത്ഥത്തിൽ ചിന്തിക്കുമ്പോൾ ആണുങ്ങൾ കാണികളായി നിൽക്കുമ്പോൾ നമ്മൾ സ്റ്റേജിൽ കയറിയിട്ട് എല്ലാവരുടെ കോൺസെൻട്രേഷൻ നമ്മളിൽ വരിക. എന്നിട്ട് അതൊരു ഇനിയിപ്പോൾ അത് ഹലാൽ തന്നെ ആവുമോ വേണമെന്ന് എനിക്ക് ആഗ്രഹം വരലുണ്ട്. കാരണം അതാകുമ്പോൾ നമുക്ക് കുറച്ചുകൂടെ ഫ്രീ ആയിട്ട് കളിക്കാമല്ലോ. അന്നേരം നമ്മളിങ്ങനെ ഉസ്താദന്മാരോട് ചോദിച്ചാൽ ഉസ്താദന്മാർ നമുക്ക് ഇങ്ങനെ നാളെ അവസാനം കുറേ ദിവസം എല്ലാവർക്കും കൺഫ്യൂഷൻ ആവുന്ന ഒരു ക്വസ്റ്റ്യൻ ചെയ്യുന്നത്. അപ്പോൾ അവസാനം നമ്മൾ എത്തിയ കൺക്ലൂഷൻ എന്ന് വെച്ചാൽ തെക്കുവ 2 രീതിയിൽ കൊണ്ടുപോകാൻ പറ്റും. ഇപ്പം ഇങ്ങനെ അഭിനയിക്കാണ്ടും ഇങ്ങനെ ഇതാക്കാണ്ടും എന്തിനും സ്വന്തം ഒരു പേഴ്സണൽ സ്പേസിൽ തെക്കുവ മുന്നോട്ട് കൊണ്ടുപോകാനും പറ്റും. എന്നാൽ ഇങ്ങനെ അഭിനയിച്ചുകൊണ്ട് എല്ലാം മറച്ചും നല്ലൊരു അതബോട് കൂടി കളിച്ച് അങ്ങനെ 2 രീതിയിൽ തെക്കുവ കൊണ്ടുപോകാനാവും. അങ്ങനത്തെ ഒരു ഓപ്ഷനിലെത്തിക്ക്. പിന്നെ ഇതെല്ലാം ഞാൻ ഇപ്പോൾ പറയാൻ വന്നത്. അപ്പം ഇങ്ങനൊരു പെണ്ണുങ്ങൾക്ക് ഒരു സ്പേസ് വേണമെന്ന് എനിക്ക് തോന്നിക്ക്. പിന്നെ ആണുങ്ങൾ ഇങ്ങനെ തെക്കുവ മുന്നോട്ട് വെച്ച് കളിക്കുന്നതാണെങ്കിൽ തന്നെ എനിക്കറിഞ്ഞൂടാ, ആദ്യം ആണുങ്ങൾ തന്നെയാണല്ലോ പെണ്ണുങ്ങളെ റോൾ ചെയ്തത്. അപ്പോൾ ആണുങ്ങളൊരു കോൺസെപ്റ്റ് വന്നതുകൊണ്ടായിരിക്കാം കൂടുതലായിട്ട് ഞാൻ കണ്ട നാടകത്തിലുള്ള പെണ്ണുങ്ങളുടെ ഒരു ടൈപ്പ് ഓഫ് ക്യാരക്ടർ നാണം കുണുങ്ങിയിട്ടും അല്ലെങ്കിൽ ഒരു ഈബത്ത് പറയുന്നത് ഇതെല്ലാം ഒരു സ്റ്റീരിയോ ടൈപ്പായിട്ട് ഇപ്പോൾ നമ്മൾ തന്നെ ഇപ്പോൾ പെണ്ണുങ്ങൾ തന്നെ കഥ ചെയ്തും നമുക്ക് പെണ്ണുങ്ങളെ റോള് ഇങ്ങനെ ഡയലോഗ്സ് എല്ലാം കൊടുക്കുമ്പോൾ കുറേ ഈബത്തയച്ച് ഇങ്ങനെ അതപ്പോൾ അത് അങ്ങനത്തെ ഒരു സാധനം അതൊരു സ്റ്റീരിയോ ടൈപ്പായിട്ട് ഇപ്പോൾ നിലനിൽക്കുന്നുണ്ട്. അപ്പോൾ ഒരു ബോൾഡ് ക്യാരക്ടർ നാടകത്തിലേക്ക് വരിക, അതായത് ചിലപ്പോൾ ആണുങ്ങളും ഈബത്ത് പറയുന്ന പോലെ ഉണ്ടാവും, പെണ്ണുങ്ങളും ഉണ്ടാവും. പക്ഷേങ്കിൽ ഞാനങ്ങനെ ഇതാക്കി പറയുന്നില്ല. പക്ഷേങ്കിൽ കൂടുതൽ പെണ്ണുങ്ങൾ അങ്ങനെ ആയിട്ട് ചിത്രീകരിച്ചിട്ട് പെണ്ണുങ്ങളുടെ ഉള്ളിൽ തന്നെ എന്താണ് നമ്മളൊരു ഈബത്ത് പറയുന്ന ആൾക്കാർ മാത്രം പറയില്ല എന്നൊരിക്കലും ഞാൻ പറയുന്നില്ല. പക്ഷേങ്കിൽ അത് മാത്രമായി പോകുന്നു. ഇപ്പം തന്നെ ഞാൻ കഴിഞ്ഞ പ്രാവശ്യം അഭിനയിച്ച ഇതിൽ തന്നെ ഞാൻ ഫുള്ള് എനിക്ക് ഫോൺ കിട്ടുമ്പോൾ തന്നെ ഞാൻ ഇതെല്ലാം നോക്കി വാട്സപ്പിൽ ഉമ്മയായിട്ട് ഞാൻ അപ്പുറത്തോടെ വിളിച്ചിട്ട് പറയും മോളെ പാത്തുവിൻ്റെ അവിടെ എന്തെല്ലാം നടക്കുന്നുണ്ട്. ഫുൾ ആ ടൈപ്പ് ഓഫ് സാധനങ്ങളായിരുന്നു. അപ്പോൾ എനിക്ക് കുറച്ചുകൂടെ അത് മാറ്റണം തോന്നിക്ക്. അല്ലാതെ പെണ്ണുങ്ങൾ വരാത്തൊരു പ്രശ്നം എനിക്ക് തോന്നിയിട്ടില്ല. പെണ്ണുങ്ങൾ ഇപ്പോൾ ഉണ്ട് എന്നാണ് എൻ്റെ ഒരു ഇത്. പെണ്ണുങ്ങൾ ഇങ്ങനത്തെ രീതിയിലായി പോയിക്കുന്നേ ഉള്ളൂ. അപ്പോൾ നമുക്കിനി ഈ ഹലാൽ നാടകം എന്നൊക്കെ പറയുന്ന പോലെ ഒരു തക്വ നാടകം എന്നൊരു പുതിയ ഒരു കാറ്റഗറി കൂടി നമുക്ക് ഉണ്ടാക്കാം. പിന്നെ അസ്സലാമു അലൈക്കും. ഞാൻ ഖുർആൻ്റെ ചില അടിസ്ഥാനങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് പങ്കുവെക്കുകയാണ്. ഇപ്പോൾ അൻസിബയുടെ വിഷയം വന്നു. അപ്പോൾ അൻസിബയുടെ വിഷയം വന്നപ്പോൾ ഫെമിനിസ്റ്റുകളോ അല്ലെങ്കിൽ സ്ത്രീവാദികളോ നമ്മളവിടെ കാണുന്നില്ല.
അവർ സപ്പോർട്ട് ചെയ്യാൻ. ഇപ്പോൾ അമ്മ സംഘടന രാജിവെക്കാനുള്ള പശ്ചാത്തലം നമുക്കറിയാം. അപ്പോൾ ഇവിടെ നേരത്തെ പ്രീസ്റ്റ്, പോലീസ്, പൊളിറ്റിക്സ് എന്നൊക്കെ പറയണ്ടായി. യഥാർത്ഥത്തിൽ ഇവിടുത്തെ പ്രശ്നം ഇപ്പോൾ വേൾഡ് കപ്പ് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഏത് വേൾഡ് കപ്പ് എന്ന് പറയും? സ്ത്രീകളുടെ വേൾഡ് കപ്പ് നടക്കുന്നുണ്ട്. അത് ഈ വേൾഡ് കപ്പിൻ്റെ ഇടയിലാണ് അത് കൊണ്ടുവെക്കുന്നത്. ഇതിൻ്റെയൊക്കെ പിന്നിൽ വലിയ പൊളിറ്റിക്സ് ഉണ്ട്. അതൊക്കെ നമ്മളൊരു കൂട്ടത്തിൽ വായിക്കണം. അതൊന്നും മതമല്ല അതിൻ്റെ പ്രശ്നം എന്നാണ് ഞാൻ പറഞ്ഞു വരുന്നത്. ഇനി ഖുർആനിലേക്ക് വരുമ്പോൾ, ഖുർആനിലെ ഒരു അധ്യായത്തിൻ്റെ പേര് തർക്കക്കാരി എന്നാണ്, മുജാദില എന്നാണ്. ആ തർക്കക്കാരി റസൂലിനോട് തർക്കിക്കണം ഹസ്ബൻഡിനെ കുറിച്ച്. അപ്പോൾ റസൂലിനെ അതിന് പ്രതികരിക്കാൻ പറ്റില്ല. അപ്പോൾ കത് സമി അള്ളാഹു കൗലിലെത്തി എന്ന് പറയുന്നുണ്ട്, അള്ളാഹ് അത് കേട്ടു എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അള്ളാഹു ഇത്തരം ഈ വിഭാഗത്തെ പ്രത്യേകമായി സ്നേഹിക്കുകയും അവരെ മെയിൻ സ്ട്രീമിലേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കുകയും ചെയ്യുന്നതായിട്ടും ഖുർആനിൽ ഉടനീളം കാണാൻ സാധിക്കും. അതിന് ഏറ്റവും നല്ല ഉദാഹരണമാണ് ലാ തഖറബ ഹാദിഹി ഷജറ എന്ന് പറയുന്നത്. ഹസ്ബൻഡിനോടും വൈഫിനോടും കൂടിയാണ് പറയുന്നത്. രണ്ട് ലാ തഖറബ എന്നാണ്, ലാ തഖറബ് എന്നല്ല. രണ്ടാളും അങ്ങോട്ട് പോകരുതെന്ന്. രണ്ടുപേരും പോകുന്നു, കഴിക്കുന്നു. എന്നിട്ട് അള്ളാഹു കുറ്റപ്പെടുത്തുന്നത് ഹവ്വയല്ല. ഹവ്വയെ വളരെ ബോധപൂർവ്വം മാറ്റിയിട്ട് ആസ ആദമു റബ്ബഹു, ആദം റബ്ബിനെ ധിക്കരിച്ചു എന്നാണ് പറയുന്നത്. ഹവ്വയെ മാറ്റി നിർത്തുന്നുണ്ട്. അതുപോലെ ഖുർആനിലെ മനോഹരമായ ഒരുപാട് നാടകങ്ങളുണ്ട്. ഇപ്പോൾ ഈ മൂസാ നബിയുടെ ചരിത്രം പറയുമ്പോൾ കുറച്ച് സ്ത്രീകൾ ആടിനെ മേക്കുന്ന സ്ത്രീകളെ കുറിച്ച് പറയുന്നുണ്ട്. അവർ അടുക്കളയിലല്ല, അവർ അരങ്ങത്ത് തന്നെയാണുള്ളതെന്നാണ് ഖുർആൻ പറയുന്നത്. മൂസയെ ജോലിക്ക് വെക്കുന്നത്, വാങ്ങഴിക്കുക, അതൊക്കെ അതിൽ സംഭവമാണ്. അതിൽ മൂസയുടെ സിസ്റ്ററിനെ പറഞ്ഞേക്കുന്നുണ്ട്. അതൊരു ഗംഭീരമായ അഭിനയമാണ്. കൊട്ടാരം വരെ പോകുന്നൊരു കൊട്ടാരത്തിൽ ഞാനും ഇയാളുമായിട്ടൊരു ബന്ധമില്ല, പക്ഷേ എനിക്ക് ഒരാളറിയാം എന്ന വിധത്തിൽ ഗംഭീരമായിട്ട് അഭിനയിക്കുന്നുണ്ട്. ഇപ്പോൾ ഇബ്രാഹിം നബി അഭിനയിക്കുന്ന കാര്യം ഖുർആൻ പറയുന്നുണ്ട്. ഞാൻ കഴിഞ്ഞ ദിവസം ഒരു മുജാഹിദ് പണ്ഡിതൻ, ഇപ്പോൾ ജമാഅത്തും സുന്നികളും കുറേ മാറിയിട്ടുണ്ട്. സുന്നികൾ പാട്ട് ഹറാം ഇതൊക്കെ മാറി. ഇപ്പോൾ അൻസാരി സുഹരി എന്ന് പറയുന്ന ഒരു ഉസ്താദുണ്ട്. ഗംഭീരമായ അഭിനയമാണല്ലോ ഉള്ളത്. അഭിനയം ഹറാമാക്കിയ അവർ ഗംഭീരമായി തകർത്ത് അഭിനയിക്കുകയാണ് അയാൾ ചെയ്യുന്നത്. അപ്പോൾ ഈ അഭിനയം എത്രമാത്രം ഇൻഫ്ലുവൻസ് ചെയ്യുന്നു എന്നൊക്കെ ഇപ്പോഴാണ് തിരിച്ചറിയുന്നത്. എന്നാൽ ഈ മുജാഹിദ് പക്ഷം ഇപ്പോഴും വളരെ ദരിദ്രമാണ് അവരവസ്ഥ. അതിലൊരു പണ്ഡിതൻ കഴിഞ്ഞ ദിവസം എന്നോട് പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ, ഇബ്രാഹിം അതാണ് റബ്ബ്, ഇതാണ് റബ്ബ് എന്ന് പറഞ്ഞാൽ അള്ളാഹ്ക്ക് തീരെ ഇഷ്ടമായില്ല. അതുകൊണ്ടാണ് തീയിലേക്ക് എറിഞ്ഞതെന്ന്. പക്ഷേ ഇഷ്ടം അള്ളാഹ് കൊടുത്തു. ഈ അർത്ഥത്തിൽ ദരിദ്രമായ അവസ്ഥകളുണ്ട്. ഞാൻ അവസാനിപ്പിച്ചുകൊണ്ട് പറയാനുള്ളത്, ഉമ്മ എന്ന് പറയുന്ന ഗംഭീര ക്യാരക്ടറുണ്ട്. അദ്ദേഹം റസൂലിനോട് പറയുന്ന ഒരു വലിയൊരു ചോദ്യമുണ്ട്. മാ അറാഫിൽ ഖുർആനി കുല്ല ഷൈഇൻ ഇല്ലാ ലിരിജാൽ. ഈ ഖുർആൻ എല്ലാം പുരുഷ കേന്ദ്രീകൃതമാണല്ലോ. ആ സമയത്താണ് സൂറത്ത് അഹ്സാബിനെ ഇന്നൽ മുസ്ലിമീൻ വൽ മുസ്ലിമാത്ത് വൽ മുഅ്മിനീൻ വൽ മുഅ്മിനാത്ത് ഈ ആയത്തിറങ്ങുന്നതെന്ന് അള്ളാഹു ഉടനെ മറുപടി ആണുങ്ങൾക്കും പെണ്ണുങ്ങൾക്കും ഗംഭീരായത്താണ് നിരന്തരമായി. അപ്പോൾ യഥാർത്ഥത്തിൽ സ്ത്രീകളുടെ പ്രശ്നത്തിൽ ഈ അർത്ഥത്തിൽ അത് പരിഹരിക്കേണ്ടത് സ്ത്രീകൾ തന്നെയാണ് എന്നാണ് ഞാൻ പറഞ്ഞു വരുന്നത്. അത് നിങ്ങൾ മുന്നോട്ട് വന്നാൽ, ഇപ്പോൾ ആയിഷ റളിയല്ലാഹുവിൻ്റെ വിഷയമായാലും, ഇപ്പോൾ ഖുർആൻ്റെ 1/3 മുഹമ്മദ് നബിയുടെ ചരിത്രത്തിൽ 1/3 പഠിക്കണമെങ്കിൽ ആയിഷയിൽ നിന്ന് പഠിക്കണം എന്നാണ്. അത്രയധികം സംഭവങ്ങൾ അത് നിങ്ങൾ സ്വയം രംഗത്ത് വരികയും ബോധപൂർവമായ ശ്രമം നടത്തുകയും ചെയ്യണം. പുരുഷന്മാരെ അപേക്ഷിച്ച് സ്ത്രീകൾക്ക് നേരത്തെ അവതാരകയെ തന്നെ പറഞ്ഞ ഒരുപാട് പരിമിതികളുണ്ട്. ആ പരിമിതികളെ മറികടക്കുക. അതിനാരും കാത്തു നിന്നിട്ട് കാര്യമില്ല. പുരുഷൻ ഒരിക്കലും നിങ്ങൾക്ക് തടസ്സമല്ല. നിങ്ങൾ തന്നെ സ്വയം മുന്നോട്ട് വന്നാൽ നിങ്ങളെ അനുഭവിക്കാൻ ഒരുപക്ഷെ പണ്ടത്തെ അപേക്ഷിച്ച് കൂടുതൽ ആദരവും റെസ്പെക്റ്റും ഉള്ള ഒരു സൊസൈറ്റിയാണ് ഇപ്പോഴത്തെ സൊസൈറ്റി. സ്ത്രീകളോട് അങ്ങനെ മോശമായിട്ട് പെരുമാറുന്ന ആ പഴയ കാലഘട്ടത്തിൽ ആ ഒരു കണ്ണ് മാറുകയും കുറെ കൂടി നിങ്ങളോട് റെസ്പെക്റ്റ് കാണിക്കുകയും ചെയ്യുന്ന ഒരു പുതിയ തലമുറ സമൂഹത്തിൽ ഉയർന്നു വന്നിട്ടുണ്ട്. അതുകൂടി നിങ്ങൾക്ക് അനുകൂലമാണ്. ആ അനുകൂല സാഹചര്യം ഉപയോഗപ്പെടുത്തി നിങ്ങൾ വളരാൻ ശ്രമിക്കുക. എല്ലാ ഭാഗങ്ങളും. നമ്മൾ ഈ സെഷൻ വൈൻഡപ്പ് ചെയ്യാണ്. അവസാനിപ്പിച്ചുകൊണ്ട് പറയാനുള്ളത്, സാധ്യതകൾ നമ്മൾ തന്നെ കണ്ടെത്തുക എന്നുള്ളത് കൂടിയാണ്. നമ്മുടെ മുന്നിൽ ഒരുപാട് സാധ്യതകളുണ്ട്. പരിമിതികൾ മറികടക്കാവുന്ന സാധ്യതകൾ നമുക്കുണ്ട്. അപ്പോൾ ഇന്നലെ ജബ്ബാറിവിടെ അവതരിപ്പിച്ചതുപോലുള്ള സോളോ ഡ്രാമകൾ, മോണോലോഗിനൊക്കെ ഇത്തരം പ്രശ്നങ്ങളെ കുറേയൊക്കെ വനിതകളുടെ ഈ അവതരണ രംഗത്തുള്ള കുറേയൊക്കെ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടും തോന്നുന്നു. എനിക്ക് കഴിഞ്ഞ 2 വർഷം മുന്നെയാണ് ടി.ഡി. രാമകൃഷ്ണൻ്റെ സിറാജുന്നീസ എന്ന നോവൽ, അത് സിറാജുന്നീസ വധവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള നോവൽ. ആ നോവൽ നമ്മുടെ തന്നെ കൂട്ടത്തിലുള്ള ഷെഫീഖ് കൊടിഞ്ഞി അതൊരു സോളോ ഡ്രാമയായിട്ട് മീഡിയ വൺ അക്കാദമിയിലെ സഫ എന്ന് പറയുന്ന ഒരു പെൺകുട്ടി ഒരു അരമണിക്കൂർ പ്ലേ ആയിട്ട് അവതരിപ്പിക്കേണ്ടത്. നമുക്ക് ഇതുപോലെ ഒരുപാട് കഥാപാത്രങ്ങൾ, ഇപ്പോൾ സക്രിയയുടെ ഉമ്മ അവിടെ ഒരു മോണോലോഗ് സാധ്യമാണ്.
നജീബിൻ്റെ ഉമ്മയുടെ മോണോലോഗ് സാധ്യമാണ്. ഞാൻ പറയുന്നത് ഈ വലിയ സന്നാഹങ്ങളൊന്നും ഇല്ലാതെ തന്നെ താല്പര്യമുള്ള ആളുകൾ, വളരെ കുറഞ്ഞ ആളുകൾ ഇനീഷ്യേറ്റീവ് എടുത്താൽ പോലും നമുക്ക് അത്തരത്തിലുള്ള അവതരണങ്ങൾക്കൊക്കെ ഒരുപാട് സാധ്യതകളുണ്ട്. ഇത്തരം സാധ്യതകൾ ഉപയോഗപ്പെടുത്താൻ അതിൽ ഏറ്റവും പ്രധാനമായിട്ട് തനിമ പോലുള്ള വേദികൾ ഈ സപ്പോർട്ട് ഉണ്ടാവുക എന്നുള്ളത് കൂടിയായിരിക്കും. എന്തായാലും ഈ നമ്മളുടെ ഒരു വിശാലം വലിയൊരു ചർച്ചയിലേക്ക് വെളിച്ചം വീശുന്ന തരത്തിലുള്ള ഒരു അവതരണത്തിന് നജ്മയുടെ അവതരണത്തിന് സാധിച്ചിട്ടുണ്ട് എന്ന് വിശ്വസിക്കുന്നു. കൺക്ലൂഷൻ നടത്തിക്കൊണ്ട് നജ്മ സംസാരിക്കും. താങ്ക് യു. ഞാൻ പ്രതീക്ഷിക്കാതെയാണ് ഇങ്ങനൊരു വിഷയത്തിൻ്റെ അടുത്തേക്ക് വരുന്നത്. ഞാൻ കഴിഞ്ഞ യൂത്ത് ലിറ്റിൻ്റെ ഒരു മോഡറേറ്റിംഗ് സെഷനിലായിരുന്നു ഉണ്ടായിരുന്നത്. അത് ലിറ്ററേച്ചറായിരുന്നു. ഞാൻ ആദ്യമായിട്ടാണ് നാടകമായിട്ട് ബന്ധപ്പെട്ടൊരു വിഷയത്തിൽ സംസാരിക്കുന്നത്. പിന്നെ അതിൻ്റെ ഒരു നാടകം എന്നുള്ളൊരു ഒരു കോർ സബ്ജക്റ്റ് അല്ല, അതിൽ നിന്ന് മാറി അതിലെ സ്ത്രീകളുടെ സാന്നിധ്യം എന്നുള്ളതുകൊണ്ടാണ് പകുതി ഒരു ഷെരീഫ് ഖാൻ എന്നുള്ളൊരു ധൈര്യത്തിലാണ് ഞാനത് ഏറ്റെടുത്ത് വന്നതും. അപ്പോൾ വളരെ കുറച്ച് സമയം ഉണ്ടായിരുന്നുള്ളൂ, അതിൻ്റെ പ്രശ്നങ്ങളുണ്ടായിരുന്നു. പിന്നെ ഞാനിവിടെ വന്നപ്പം വളരെ ഡീറ്റെയിൽ ആയിട്ട് അതിനെപ്പറ്റി സംസാരിക്കാൻ അറിയുന്ന ആളുകളുണ്ടായിരുന്നു. അതെനിക്കൊരു സമാധാനമായി. അപ്പം ഞാൻ കുറച്ച് സംസാരിച്ചാൽ മതിയല്ലോ, ബാക്കി അവർ പറയുന്നുള്ളൊരു ധൈര്യം എനിക്കുണ്ടായിരുന്നു. എല്ലാവരും ക്ഷമയോടെ കേട്ടതിനും എല്ലാവരും സഹകരിച്ചതിനും താങ്ക് യു.